ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നവോത്ഥാനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രാകൃതമായ വിശ്വാസങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സന്തോഷത്തിന് അവസരം എന്നതാണെന്ന് തോന്നുന്നു ബാലുശ്ശേരി മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം മാറ്റത്തിന്റെ ഒരുപാട് അലയൊലികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിഹർ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചവരാണ് നിങ്ങളുടെ മുൻപുള്ള നേതാക്കൾ. നിങ്ങളെങ്ങനെയാണെന്നല്ല, ഇവിടെ മരണപ്പെട്ടു പോയ മുജാഹിദ് നേതാക്കൾ പലരും, ഞാൻ ഈരാറ്റുപേട്ടയിലൊക്കെ ബാലുശ്ശേരിയുടെ വായിൽ നിന്ന് തന്നെ, ഈരാറ്റുപേട്ടയിൽ ഖത്തീബായി ജോലി ചെയ്ത ആളാണ് ബാലുശ്ശേരി. അദ്ദേഹം തിളങ്ങുന്നത് തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഇതിനെതിരായിരുന്നു. ഏതായാലും അദ്ദേഹം ഇതൊക്കെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിൽ നിങ്ങളൊപ്പം ഉണ്ട്. എന്റെ ചോദ്യമൊന്നുമല്ല, ഞാൻ ചോദിക്കാൻ ഇത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇനി കളം വരയ്ക്കുന്ന വിഷയവും അതുപോലെ തന്നെ പിന്നാണെഴുത്തും ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങൾ സമ്മതിക്കും എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അബോധികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലും അതുപോലെ തന്നെ മുജാഹിദിന്റെ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ കേട്ടു. എന്നാൽ അബോധികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് പ്രവാചകനാണെന്നൊക്കെ ഇങ്ങോട്ട് ചോദ്യം വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. എന്റെ ചോദ്യം ഇതാണ്: അബോധികമായ സഹായാർത്ഥന ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അബോധികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാഹ്, വളരെ പ്രസക്തമായ വിഷയബന്ധിയായ ചോദ്യം തന്നെയാണ് ബഹുമാനായ ചോദ്യകർത്താവ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന് പ്രതീക്ഷ പിഞ്ഞാണം എഴുത്തും ഉറുക്കും ഒക്കെ ഭാവിയിൽ നമ്മൾ അംഗീകരിക്കുന്നതാണ്. പ്രമാണമുണ്ടെങ്കിൽ അത് ഭാവിയിലും വർത്തമാനത്തിലും ഭൂതകാലത്തും മുജാഹിദികൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പ്രമാണമില്ലാത്തത് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സിഹറാവട്ടെ കണ്ണേറാവട്ടെ ഇതൊക്കെ ഞങ്ങളിവിടെ വായിച്ച് അവതരിപ്പിച്ചതൊന്നും ഞങ്ങളുടെ വകയല്ലല്ലോ. അമാനിമൊഴി അടക്കം എഴുതിയതാണ് വായിച്ചത്. അമാനിമൊഴി ഏതായിരുന്നാലും ഈ വിസ്തം കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ലാന്ന് ഉറപ്പാണ്. മരിച്ചു പോയിട്ട് തന്നെ പതിറ്റാണ്ടുകൾ പിന്നീട്. അപ്പൊ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായ ഒരു കാലത്തും സിഹറിനെയോ കണ്ണേറിനെയോ നിഷേധിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസം നടക്കുന്നു. അതിന് അന്നും ഇന്നും എന്നും ഇൻഷാ അല്ലാഹ് എതിർത്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പൊ താങ്കൾ ആമുഖത്തിന് അങ്ങനെ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് മുജാഹിദ് ബാലുശ്ശേരി ആവട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരും. മാത്രമല്ല 1980-കളിൽ സമസ്തയും മുജാഹിദും തമ്മിൽ ഒരു വാദപ്രതിവാദ വ്യവസ്ഥയുണ്ടായി. മലപ്പുറം ജില്ലയിൽ എടവണ്ണക്കടുത്ത് കുണ്ടുതോട് എന്ന സ്ഥലത്ത് വെച്ച്. എന്നാൽ അതിൽ ഒരു വിഷയം വന്നത് മന്ത്രമായിരുന്നു. അപ്പൊ മന്ത്രം വിഷയം എന്നപ്പോൾ അന്നോട് രേഖപ്പെടുത്തി, മന്ത്രം എന്ന വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കമില്ല, അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് സംവാദം ആവശ്യമില്ല. അത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്, കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ, കുണ്ടുതോട് സംവാദ വ്യവസ്ഥ എന്ന പേരിൽ. അതേപോലെ നേരത്തെ പറഞ്ഞ അമാനിമൊരു ഇസ്ലാമിക ജീവിതം, അതിൽ അവസാന അധ്യായം തന്നെ വിവിധ വിഷയങ്ങൾ എന്ന ഹെഡിങ്ങിൽ വളരെ വിശദമായി പേജുകളോളം ഈ കണ്ണേറും സിഹറും ഒക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിശാചിനെ പേടിയില്ല എന്ന് പറയുന്നവർ അവർ മൂഢന്മാരും തൊലിക്കത്തി കൂടിയവരുമാണ് എന്ന് പോലും അമാനിമൗലവി റഹിമഹുല്ലാഹ് അന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധ കൂട്ടായ്മയായ ഈ സംഘത്തിന് ഇന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയേണ്ടി വരികയുമില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് പിഞ്ഞാണമെഴുത്തും അതേപോലെ കളം വരയ്ക്കലും മക്കം ഇടലും അതൊന്നും പ്രമാണബദ്ധമല്ല. പ്രവാചകന്റെ കൽപ്പനകളോ അധ്യാപനങ്ങളോ നിർദ്ദേശങ്ങളോ ആ വിഷയത്തിൽ ഇല്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നിടത്ത് ഒരു സംശയമില്ലാത്ത വിധം ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ചോദ്യം, അഭൗതികമായ സഹായാർത്ഥനകൾ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇവിടെ നമ്മളൊക്കെ പറയുന്നത്. എങ്കിൽ പ്രവാചകന്മാർ പലരും അഭൗതികമായ സഹായാർത്ഥന ചോദിച്ചിട്ടുണ്ടല്ലോ, അവരെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു പ്രവാചകനും അഭൗതികമായ സഹായം റബ്ബല്ലാത്ത ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. ഒരൊറ്റ നബി, അത് സുലൈമാൻ നബി ആവട്ടെ അല്ലാത്ത നബി ആവട്ടെ, ഏത് നബിയാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന അഥവാ പ്രാർത്ഥന
അഭൗതികമായ സഹായാർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. കാരണങ്ങൾക്ക് അതീതമായി ചെയ്യാനുള്ള തേട്ടം, അതിനാണ് അഭൗതികമായത് എന്ന് പറയുന്നത്. കണ്ണിൽ കാണാത്തത് എന്ന അർത്ഥത്തിലല്ല, ഭൗതികമായ സംവിധാനങ്ങൾക്ക് അതീതമായി. എന്റെ വിശകലനത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ അക്കാര്യം വിശദീകരിച്ചിരുന്നു. അഭൗതികമായ മാർഗം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്ക് അതീതമായ മാർഗം എന്നാണ്. ആ കാരണങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള തേട്ടം, അതിനാണ് പ്രാർത്ഥന എന്ന് പ്രമാണമടിസ്ഥാനമാക്കി മുജാഹിദുകൾ ഇവിടെ പഠിപ്പിച്ചു പോകുന്ന 100 കൊല്ലം. അതുകൊണ്ട് തന്നെ കാരണങ്ങൾക്കതീതമായി സഹായിക്കാനുള്ള ഒരു അർത്ഥന ഒരു നബിയും റബ്ബല്ലാത്ത ഒരാളോടും നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർവഹിച്ച പ്രവാചകന്മാരെ പറ്റി എന്ത് ചോദിക്കുന്നു എന്ന ചോദ്യം തന്നെ വ്യർത്ഥമാണ്. താൻ ഉദ്ദേശിച്ചത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുലൈമാൻ നബിയും ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്തിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി താങ്കൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഏതായാലും ഫൈസൽ മൗലവി അല്ലേ, ഫൈസൽ മൗലവി റൂട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അല്ലേ എന്നൊക്കെ കൂടി ചോദിച്ചു. ഏതായാലും ഈ ചോദ്യം തൊടുപുഴയിൽ അല്ലെ മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച സമയമില്ലാതെ പെട്ടെന്നൊക്കെ പോയതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിലൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയുകയാണ്, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനവുമായി ബന്ധപ്പെട്ട വിഷയം. ബിൽഖീസ് രാജ്ഞി ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതകൾ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആര് കൊണ്ടുതരും? കൊണ്ടുതരുന്നത് ആരോടാണെന്ന് ചോദിക്കാം. കേവലം സുലൈമാൻ നബിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കസേരയല്ല ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. കിലോമീറ്ററുകൾക്കപ്പുറം, മനുഷ്യ കഴിവിന് അതീതമായ ഒരു കാര്യം തന്നെയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു സിംഹാസനം ആര് കൊണ്ടുതരുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം സദസ്സിനോട് ചോദിക്കാം. ഏതായാലും അല്ലാഹുവല്ല ചോദിച്ചത്. അഭൗതികമായ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി ആയത്തോന്നുന്നവർ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചത് അഭൗതികമായ ഒരു സഹായാർത്ഥനയാണ്. കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാനാണ്. അത് കൊണ്ടുവന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അഭൗതികമായ ഈ സഹായാർത്ഥന, കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരിക, ആര് കൊണ്ടുവരും എന്ന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സദസ്സിനോട് ചോദിച്ചു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പഠിപ്പിച്ചത്. അത് അഭൗതിക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളും ഈ മുഖാമുഖം അടക്കം വെക്കേണ്ടി വന്നത്. KNM ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിന്റെ 8-9 പേജുകളിൽ ഇതേ ആയത്തെടുത്തു വെച്ചിട്ട് മൗലവി പറയുന്നുണ്ട്, ഇത് അഭൗതിക പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല. നമുക്ക് ആയത്തിലേക്ക് വരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. ഇനി അതിനപ്പുറത്ത് കാറ്റുകളും പക്ഷികളും മൃഗങ്ങളും അടക്കം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, ആരാണ് ആ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക? ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിമായി വരുന്നതിന് മുമ്പ്. അതൊരു അഭൗതികമായ ചോദ്യമല്ലേ? അഭൗതിക മാർഗത്തിലല്ലാതെ എത്തിക്കുക അല്ല. അത് കാരണങ്ങൾക്ക് അതീതമായ കാര്യമല്ല. കാരണങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ സിംഹാസനം എത്തിക്കുന്ന ആ രീതി. അവിടെ അദ്ദേഹം ആവശ്യപ്പെട്ടതും അത് നടപ്പായതും. എങ്ങനെ താങ്കൾ മനസ്സിലാക്കിയത്? അത് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത്, ശരി, 1500 കിലോമീറ്റർ അപ്പുറത്താണ്. 1500 കിലോമീറ്റർ അപ്പുറത്തായാലല്ല അഭൗതികമാവുക. നേരെ മുന്നിൽ കാണുന്ന ഒരു വസ്തു അതിലെടുക്കാൻ ആവശ്യപ്പെട്ടാലും അഭൗതിക മാർഗത്തിലാണോ? അത് ശുദ്ധനെയാണ്. അത് കിലോമീറ്റർ ഒന്നും വേണ്ട, 1 കിലോമീറ്ററും വേണ്ട. നേരെ കണ്ണിൽ കാണുന്ന ഒരു മനുഷ്യനോട് നേർക്ക് നേരെ അഭൗതിക മാർഗത്തിൽ അയാൾക്ക് സഹായിക്കാൻ പറ്റുന്ന വിശ്വസന ശിർക്കായി. തേടേണ്ട കാര്യമില്ല, തേടി അതും ശിർക്കായി. കിലോമീറ്റർ കൂടുമ്പോൾ അഭൗതികാക, കിലോമീറ്റർ കുറഞ്ഞാൽ ഭൗതികാക, അതല്ല. അഭൗതികം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്ക് അതീതം. ഇവിടെ കാരണങ്ങൾക്ക് അതീതമാണോ, കാരണങ്ങൾക്ക് അധീനമാണോ? അതാണല്ലോ അടിസ്ഥാനം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം കേട്ടപ്പോൾ ഒന്നാമത്തെ മറുപടി എവിടുന്നാ കിട്ടി?
ജിന്നിൽപ്പെട്ടൊരു മല്ലൻ പറഞ്ഞു, ഇഫ്രീത്ത്. അത് ഖബീസ് എന്ന് തഫ്സീറിൽ കാണാൻ പറ്റും, ദുഷ്ടനായ ഒരു മല്ലൻ. അപ്പൊ അയാളൊരു സ്വാലിഹായ ഒരു മനുഷ്യനോ ഒരു വലിയോ ഒന്നല്ല, ആ പറഞ്ഞ ജിന്ന് ഖബീസായ ദുഷ്ടനായ ഒരു ജിന്ന്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി, ഞാൻ അത് കൊണ്ടുതരാം താങ്കൾക്ക്. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, താങ്കൾ ഓതി ആയത്തിന്റെ അടുത്ത വചനം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, താങ്കളുടെ ഈ രാജസദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുതരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജസദസ്സിൽ രാവിലെ ഇരുന്നാൽ സാധാരണഗതിയിൽ ഉച്ചക്കാണ് സദസ്സ് പിരിഞ്ഞ് എഴുന്നേറ്റ് പോകാറുള്ളത്. അതുകൊണ്ട് താങ്കളുടെ സദസ്സിൽ നിന്ന് താങ്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി താങ്കൾക്ക് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരാം. എങ്ങനെ കൊണ്ടുതരാം? അബോധികമായിട്ടാണോ? അല്ല, പിന്നെയോ വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ അതിന് കഴിവുള്ളവനാകുന്നു. അപ്പൊ ജിന്നിന് ഉള്ള കഴിവടിസ്ഥാനത്തിലാണ് ജിന്നെ പറഞ്ഞത്. അതാണ് പല കാരണങ്ങളുടെ ഉള്ളിൽ. അപ്പൊ എങ്ങനെ ഇപ്പൊ ജിന്ന് കൊണ്ടുവരിക? ജിന്നിന് മനുഷ്യന്മാരെക്കാൾ സ്പീഡുണ്ട്, നമ്മേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും ജിന്നിന്. അവനാവട്ടെ ഇഫ്രീത്താണ്, മല്ലനാണ്. അതുകൊണ്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സഭയിൽ നിന്ന് അതുമായി വരണം. അതിന് അവന് ആവശ്യമുള്ള സമയമാണ് ഉച്ചവരെയുള്ള സമയം. അതാണ് ഒരാൾക്ക് ചോദിക്കാം, കോഴിക്കോട്ടേക്ക് പോകണം, 1 മണിക്കൂർ കൊണ്ട് എന്താ ചെയ്യാ? ഒരു ഓട്ടോക്കാരെ ഓട്ടോ പറയും, ഇല്ല എനിക്ക് 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല. ടാക്സി ചോദിച്ചാൽ അവനും പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് പറ്റൂല. പിന്നെ ആരോ പറഞ്ഞു ട്രെയിൻ ഉണ്ട്, എന്നാലും 1 മണിക്കൂർ എത്തൂല, കുറച്ചുകൂടെ സ്പീഡ് എത്താൻ പറ്റും. ഫ്ലൈറ്റ് ആണെങ്കിൽ പക്ഷെ പറ്റിക്കൂടായില്ല, പക്ഷെ ഇവിടെ എയർപോർട്ടും ഇല്ല. അപ്പൊ എന്നെ പോലെ ഇഫ്രീത്തും ജിന്ന് പറഞ്ഞു അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാം താങ്കൾ എണീക്കുന്നതിന് മുമ്പ്. എങ്ങനെ കൊണ്ടുവരാം? വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാണ്. അപ്പൊ ആ ജിന്നിന്റെ കഴിവാണത്. അതാ ഞങ്ങൾ പഠിപ്പിച്ചത്. ജിന്നിന്റെ കഴിവ് അബോധിക കഴിവെന്ന് പറയല്ല. അബോധിക കഴിവ് എന്ന് പറഞ്ഞാൽ അബോധികമായ കഴിവ് അല്ലാഹുവിനകൾക്ക് ഉണ്ട് എന്ന് വന്നു. അപ്പൊ മുജാഹിദ് പുസ്തകം 100 കൊല്ലം പഠിപ്പിച്ച തൗഹീദ് അത് ശരിയല്ല എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഭൗതിക അഭൗതികം ഇത്ര വലിയ വിവാദമായത് തന്നെ. അപ്പൊ അവിടെ അഭൗതികമായ മാർഗത്തിൽ തേടിയിട്ടില്ല. ഇനി രണ്ടാമത് അത് സഹായാർത്ഥനയുമല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായാർത്ഥനയല്ല. കാരണം എന്താ? സുലൈമാൻ നബിയുടെ കീഴിലാണ് അവരൊക്കെ ഉള്ളത്. ഈ ജിന്നാവട്ടെ, ശൈത്താന്മാരാവട്ടെ, അവിടുത്തെ മനുഷ്യരാവട്ടെ, പക്ഷികളും കാറ്റുകളും അടക്കം സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. തന്റെ കീഴിലുള്ള പ്രജകളോട് മേലുള്ളവരാണ് സഹായം തേടുക ചെയ്യുക, ഓർഡർ കൊടുക്കുകയോ വെല്ലുവിളിക്കുകയോ ആണ് ചെയ്യുക. ഒന്നുകിൽ ഒരു ഓർഡർ, അതല്ലെങ്കിൽ അല്ലാമ റാസിയൊക്കെ പറഞ്ഞ പോലെ അതൊരു വെല്ലുവിളി. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തിന്റെ മുന്നോടിയായി നടത്തിയ വെല്ലുവിളിയായിരുന്നു അത് എന്നാണ് തഫ്സീർ റാസിയിലൊക്കെ കാണാം. ഒരു വെല്ലുവിളി ആരടാ കൊണ്ടുവരിക? അവർ വരുന്നതിന് മുമ്പ് അവർ ഇഫ്രീത്ത് പറഞ്ഞു ഉച്ചാകുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അപ്പൊ അതുപോലെ അതിനു മുമ്പെത്തണം, അതിന് മറുപടി ഇല്ല. അപ്പൊ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് പറഞ്ഞു, താങ്കളുടെ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാര് പറഞ്ഞു? ഒന്നുകിൽ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, ഒന്നുകിൽ സുലൈമാൻ നബി തന്നെ. ഞാൻ കൊണ്ടുവരാം എപ്പോൾ? കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു തരാം എന്ന് ഇഫ്രീത്തിനോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു എന്നായിരിക്കും അപ്പോൾ അർത്ഥം. അപ്പൊ ഭൗതികമായ കഴിവല്ലേ? കഴിവല്ല. എവിടുന്ന് കിട്ടി? ഇഫ്രീത്ത് പറഞ്ഞപ്പോ പറഞ്ഞു വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. ഈ മറുപടിയിലോ ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, ഞാനത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് സുലൈമാൻ നബി ആണെങ്കിലും, ഇനി ആസിഫ് ബിൻ ബർഖിയാണെങ്കിലും, ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും, ആരാണെങ്കിലും ശരി, അവിടെ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കഴിവല്ല ഉപയോഗപ്പെടുത്തിയത്. സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ആണെങ്കിൽ കറാമത്ത്, രണ്ടാണെങ്കിലും അവിടെ കഴിവല്ല. ആ ഇഫ്രീത്ത് ആണെങ്കിലോ മുഅ്ജിസത്തുമല്ല കറാമത്തുമല്ല, അതവന്റെ കഴിവ്. അതെന്താ? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. ഇപ്പുറത്തോ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. മാത്രമല്ല അടുത്ത ആയത്തിൽ തന്റെ മുമ്പിൽ ആ സിംഹാസനം വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്നെ പരീക്ഷിക്കാൻ.
അപ്പൊ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ഇബ്നു ബർഖിയാണെങ്കിൽ കറാമത്ത്. ആ മുഅ്ജിസത്തും കറാമത്തും അവരുടെ കഴിവല്ല. അല്ലാഹു ഫദ്ലുൽ ഹഖുമരി വിശാലത്തിൽ പറഞ്ഞത് അവരുടെ കഴിവേ അല്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്നവരുടെ റബ്ബ് വെളിവാക്കുന്നു, അത്രേ ഉള്ളൂ. ഇഫ്രീത്ത് ചെയ്യാൻ ഏറ്റതാണെങ്കിലോ അത് കഴിവാണ്. കാരണം അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അഭൗതിക മാർഗങ്ങൾ. അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികം എന്ന് പറയാം. അപ്പൊ ജിന്നിനും മലക്കിനും കാര്യകാരണ ബന്ധത്തിന് അധികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് റബ്ബിനോട് തുല്യപ്പെടുത്തലായി മാറി, അത് ശിർക്കായി മാറി. ആ നിലക്കല്ല സുലൈമാൻ നബി ആവശ്യപ്പെട്ടത്. ഇവിടെ പോലും മുഖാമ നിർത്തിയ ആളുകൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ജിന്നും മലക്കൊക്കെ അഭൗതികമായിട്ട് ഇടപെടുന്നത് നമ്മൾ പറഞ്ഞു എന്ന രൂപത്തിൽ പിന്നെ ഇങ്ങോട്ടാക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അപ്പൊ അത് ന്യായമല്ല. ഇവിടെ അഭൗതിക പ്രശ്നമേ ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ ചോദ്യങ്ങളുടെ മറുപടികൾ എന്ന പുസ്തകം, അഥവാ അൽമനാറിൽ വന്ന ചോദ്യങ്ങൾ, അതിന് എ പി അബ്ദുൽ ഖാദിർ മൗലവി നൽകിയ മറുപടികൾ അത് ക്രോഡീകരിച്ച് 2 പുസ്തകങ്ങളാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന് 8-9 പേജുകളിൽ ഈ വിഷയമുണ്ട്. ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. അത് അന്ന് എ പി അബ്ദുൽ ഖാദിർ മൗലവി നൽകിയ മറുപടിയാണ്. ഇവിടെ ജിന്നിന്റെ കഴിവിനനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതയുടെ പ്രശ്നമേ ഇതിലില്ല എന്ന് തന്നെയാണ് എ പിയുടെ വാചകം. അവന്റെ കഴിവാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞത്. അത് അഭൗതിക പ്രശ്നമില്ല. അതുകൊണ്ട് അഭൗതികമായി തേട്ടം തേടിയില്ലേ, അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിച്ചില്ല എന്ന ഒന്നില്ല. അഭൗതികമായി അവിടെ ജിന്നോട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ഇനി സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തോ ആസഫിന്റെ കറാമത്തോ ആണെങ്കിൽ അത് അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവരുടെ കഴിവുമല്ല. അള്ളാഹു നേരെ അത് നടപ്പാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത്. മാത്രവുമല്ല ഒറ്റ കാര്യം കൂടി, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ ഇബ്നു കസീർ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ കാണാം ആസഫ് ആണെങ്കിൽ എങ്ങനെ അവിടെ ആസിഫ് ഇബ്നു ബർഖിയ പ്രാർത്ഥിച്ചതാണ് എന്ന് പറയുന്നു. അദ്ദേഹം വുദൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു, എന്നിട്ട് ദുആ ചെയ്തു എന്ന് പറയുകയും ആ പ്രാർത്ഥന അടക്കം ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ എടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് കല്ലിനുമില്ല, മരത്തിനുമില്ല, ജിന്നിനുമില്ല, മനുഷ്യനുമില്ല, പിശാചിനുമില്ല, മലക്കിനുമില്ല, ആർക്കുമില്ല. അത് ആർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടുന്നുവോ അത് പ്രാർത്ഥനയായി, അത് ശിർക്ക്. കല്ലിനോട് തേടിയാലും മറ്റോട് തേടിയാലും ഒക്കെ ക്ലിപ്പിട്ടല്ലോ, അതൊക്കെ തന്നെ വിഷയം, അതൊക്കെ അത് തന്നെ വിഷയം. അപ്പൊ ആരോട് എന്നല്ല, എന്തിനോട് എന്നതല്ല, എപ്പോഴേ എന്നതല്ല, എന്തിനെ എന്നതല്ല, അവൻ അഭൗതിക മാർഗത്തിലെ തേട്ടമാണോ അതിനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അത് അമ്പിയാക്കൾ റബ്ബിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. അതുകൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശിർക്ക് ചെയ്തിട്ടില്ല. സാധാരണ സമസ്തക്കാരുമായി തർക്കമുള്ള ഇസ്തിഗാസ എന്നത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുമില്ല. ഒന്നുകിൽ വെല്ലുവിളിയാണ്, അതല്ലെങ്കിൽ സുലൈമാൻ നബിയുടെ ഓർഡറാണ്, താഴെയുള്ള തന്റെ പ്രജകളായ ആളുകളോടുള്ള ഓർഡറാണത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഓർഡറാണെങ്കിലും അതല്ല ചോദ്യമാണെങ്കിലും ഓർഡറിലും ഒരു ചോദ്യം ഉണ്ടല്ലോ. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ മുഅ്ജിസത്ത് കൊണ്ട് സഹായിച്ചു എന്നവിടെ നിൽക്കട്ടെ. സുന്നികൾ വിശ്വസിക്കുന്നു മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച അഭൗതികമായ സഹായാർത്ഥന. നിങ്ങളവിടെ അഭൗതികം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ അഭൗതികം ഇല്ല എന്ന് പറയാം? ഭൗതികം അഭൗതികം നമുക്കറിയാം. നമ്മളൊക്കെ ചോറ് തിന്നുന്നവരാണ്. എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം നമുക്കറിയാം. അവിടെ നടന്നത് അഭൗതികമായ സഹായാർത്ഥന അല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കിലോമീറ്റർ, നിങ്ങൾ നേരത്തെ പറഞ്ഞു മീറ്റർ കണക്കിനല്ല, നമുക്കറിയാം മീറ്റർ കണക്കിനല്ല ശിർക്ക്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. മീറ്റർ കണക്കിനോ വെളിയിലോ പറച്ചിലോ അല്ല ശിർക്ക്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. എല്ലാ സഹായത്തിന്റെയും കേന്ദ്രം അല്ലാഹുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് സഹായം ചോദിക്കുമ്പോഴും അത് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടുത്തെ നമ്മുടെ ചർച്ച അബോധികമായ ഒരു സഹായാർത്ഥന. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിംഹാസനം, തൊട്ടടുത്താണെങ്കിൽ പിന്നെ അവിടെ അത്ഭുതമില്ല. കാരണം ഒന്നെടുത്തു തരാൻ പറയാം, അത്ഭുതമല്ല. ഈ കസേര എനിക്ക് വേണമെന്ന് പറയും, അത്ഭുതമല്ല. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്ന ഒരു കസേര ഇദ്ദേഹത്തിനോട് ഞാൻ എടുത്തോണ്ട് വരാൻ പറയൽ, അതൊരു അബോധികം തന്നെയാണ്. ഈ അബോധികമായ സഹായാർത്ഥനയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചത്. കൊണ്ടുവന്നവർ ആരുമാകട്ടെ, ഏതായാലും അമാനി മൗലവി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചർച്ച അബൗദികമായ ഒരു സഹായാർത്ഥന ഇത് നടത്താൻ പാടില്ല എന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വിശദീകരണത്തിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇത്
ഇതാണ് എന്റെ ചോദ്യം. സുഹൃത്ത് അതോടെ പറഞ്ഞത് അബോധികമായി ചോദിച്ചിട്ടില്ല, അബോധികമായി ചോദ്യം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത്. അത് ഭൗതികമാണ്. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ സുലൈമാൻ നബി ആ സദസ്സിലുണ്ട്. അതുകൊണ്ടാ ചോദ്യം. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം എനിക്കൊരു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ കൊണ്ടുവരാൻ പറ്റുന്നവർ അവിടെയുണ്ട്. കാരണം സുലൈമാൻ നബിയുടെ സദസ്സിൽ മനുഷ്യന്മാർ മാത്രമല്ല, അവിടെ ജിന്നുകളുണ്ട്, അവിടെ പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. അതൊക്കെ സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. അതിൽ കാറ്റിനെ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ്? പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്, പ്രദോഷത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്. ആ കാറ്റിനെ ശ്രദ്ധിക്കും. ഒരു സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? ആ കാറ്റ് ഒരു പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കും, ഒരു മാസത്തെ വഴിദൂരം താണ്ടും. തിരിച്ച് വൈകുന്നേരം ഒരു മാസത്തെ വഴിദൂരം താണ്ടും. അങ്ങനത്തെ കാറ്റ് സുലൈമാൻ നബിന്റെ കീഴിലുണ്ട്. ആ കാറ്റിന് പോയി കൊണ്ടുവരാൻ പറ്റും. വേണമെങ്കിൽ ഒരു ഒറ്റ പ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്ന കാറ്റ്, ആ കാറ്റ് അവിടെ പോയിട്ട് ആ സിംഹാസനം കാറ്റിന്റെ പാടിക്കൊണ്ടുവന്നു. അബോധികാണോ? അല്ല. അതേ സുലൈമാൻ നബിയുടെ കീഴിൽ ജിന്നുകളുണ്ട്. ആ ജിന്നിൽ പല സൈസ് ഉണ്ട്. ആ ജിന്നിൽ വികലാംഗന്മാരുണ്ടാവും, ആ ജിന്നിൽ മല്ലന്മാരുണ്ടാവും, അതിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇഫീത്തുമേൽ ജിന്ന് പ്രത്യേകം പറഞ്ഞത്. എല്ലാ ജിന്നും പറഞ്ഞിട്ടില്ല. ജിന്നിൽപ്പെട്ടൊരു മല്ലൻ അവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. എപ്പോഴേക്ക്? ഉച്ചയാകുമ്പോഴേക്ക്. അതാണ് ഭൗതികത. അതാണ് ഭൗതികത. ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ എത്തിക്കാം. എപ്പോ എങ്ങനെ എത്തിക്കാം? അവൻ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അത് മതി, ഉച്ചയാകുമ്പോഴേക്ക് കിട്ടിയാൽ മതി എന്ന് മറുപടി കിട്ടിയാൽ ഇഫ്രീത്ത് നേരെ അങ്ങോട്ട് പറക്കും. അവിടെ ചെന്ന് ആ സിംഹാസനം പൊക്കിയെടുത്ത് അതുമായി വന്ന് ഇവിടെ എത്തിച്ചെടുക്കും. അതാണ് ഭൗതികത. അതിനവന് വേണ്ട സമയമാണ് ഉച്ചവരെ. ഞാനത് കൊണ്ടുവരാം. താങ്കൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ രാവിലെ സുലൈമാൻ ഇസ്ലാം ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ രാജസദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാണ് ഭൗതികത. എങ്ങനെ കൊണ്ടുവരും? ഞാൻ കഴിവുള്ളവരാണ്. സുലൈമാൻ നബി ചോദിച്ചാൽ നിനക്ക് എങ്ങനെ കഴിവുണ്ടാവുക? അബോധിക വന്നാക്കിയാലുള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ കവിയെ ഏതല്ല, അബോധികമായ കഴിവല്ല. അബോധികമായ കഴിവാണെങ്കിലോ മായം ആ ഇഫ്രീത്തിനും എന്തില്ല? മായം കാരക്കുരുവിന്റെ പാട പോലും ഉടമയാകുന്നില്ല. ആ ഇഫ്രീത്താണെങ്കിലും ഉച്ചയാകുമ്പോഴേക്ക് അവിടെ പോയി സിംഹാസനം പൊക്കിക്കൊണ്ട് വരാമെന്ന് ഏറ്റ ആ ഇഫ്രീത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഓതാനുള്ള ആയത്തതാ, കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പോഴത്തെ ചോദിക്കായി, അത് ശരിയല്ലോ, കാരക്കുരുവിന്റെ പാട ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കവിയും ഞാൻ കഴിവുള്ളവനാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെങ്ങനെ ഇവിടെ കഴിവില്ല എന്ന് പറയാൻ? അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞ കഴിവ് വേറെ, ഇല്ല എന്ന് പറഞ്ഞ കഴിവ് വേറെ. ഉണ്ട് എന്ന് പറഞ്ഞ കഴിവേതാ? ഞാനത് കഴിവുള്ളവരാണ്. ആ കഴിവുണ്ട് വിശ്വസിച്ച ശിർക്കാവോ? ഇല്ല. ആ ഇഫ്രീത്തിന് ഉച്ചയാകുമ്പോഴേക്ക് അത് കൊണ്ടൊരാളെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കാണോ? അല്ല, തൗഹീദാണ്. എന്നാൽ അഭൗതികമായ മാർഗത്തിലാണെങ്കിലോ കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ അഭൗതികമായി ഈ കസര അപ്പുറത്തേക്ക് മാറ്റിടാൻ പറ്റുന്ന വിശ്വസിച്ച ശിർക്കായി. അങ്ങനെ നമ്മൾ കിലോമീറ്റർ വേണ്ട, തൊട്ട് മുമ്പ് കാണുന്ന കസേര അപ്പുറത്തേക്ക് മറിച്ചിടാൻ അഭൗതികമായി കഴിയും. കാരണങ്ങളില്ലാതെ കഴിയുമെന്ന് പറഞ്ഞാൽ ശിർക്കായി. ആ ജിന്ന് വിചാരിക്കാതെ അങ്ങനെ പോട്ടെ, പണി പോകും. ഇല്ല, അങ്ങനെ കാരണമില്ല. അങ്ങനെ കാരണമില്ല. അതിങ്ങോട്ടും മാറി നിൽക്കട്ടെ, അപ്പൊ മാറി നിൽക്കുക. അങ്ങനെ ഒന്നില്ല, അങ്ങനെ കാരണമില്ല. പിന്നെന്താ കാരണം? അവിടെ പോയി ആ സിംഹാസനം പൊക്കി ഇവിടെ കൊണ്ടുവരുന്നു. അതിനവന് കഴിവുണ്ട്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ആ കഴിവ് മൊയ്തീശിക്കൊണ്ട് വിശ്വസിച്ചാലോ ശിർക്കായി. അതാ വ്യത്യാസം. അല്ല സുന്നാള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഉമ്മൻ എന്തില്ല പഠിച്ചോന്നനെ സഹായിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ പിന്നെ എവിടെയും പോയി തേടാന്നല്ല. പഠിച്ചോന്നനെ സഹായിക്കുന്നത് ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കണം. നിരീശ്വരവാദികൾ തുച്ഛമാളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇമാം റാസി പറഞ്ഞല്ലോ, കഴിവിലും അറിവിലും അതേപോലെ ഹിക്മത്തിലുമൊക്കെ അല്ലാഹ്ക്ക് തുല്യനാകുന്ന മറ്റൊരു പങ്കുകാരൻ ഉണ്ടെന്ന് ലോകത്തിനെ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത്
ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, അത് സുലൈമാൻ നബിക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കുമില്ല. അതുകൊണ്ട് മുഴുവത്ത് കറാമത്ത് കൊണ്ട് അമ്പിയാക്കന്മാർ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അവിടെ സമസ്തയ്ക്ക് വെച്ചത് ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അങ്ങനെ കഴിവ് അവർക്കില്ല. സുലൈമാൻ നബിയുടെയും കഴിവല്ല. ഇനി ആ സിംഹാസനം കൊണ്ടുവന്ന സുലൈമാൻ നബി ആണെങ്കിൽ പോലും സുലൈമാൻ നബിയുടെ കഴിവല്ല. അതാ റാസിയൊക്കെ ബലപ്പെടുത്തിയത്. റാസി റഹിമഹുല്ലാഹ് ആരാ കൊണ്ടുവന്നതിന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബൽ ഹുവ സുലൈമാൻ നഫ്സു, സുലൈമാൻ നബി തന്നെയാണ് അത് കൊണ്ടുവന്നത്. വഹാദൽ ഖൗലു അഖ്റബു, ആ അഭിപ്രായമാണ് സത്യത്തോട് കൂടുതൽ അടുത്തത്. ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ. എന്നിട്ട് അദ്ദേഹം 5 കാരണം നിർത്തി വെച്ചിട്ട് പറയാ, ഈ 5 കാരണം കൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പൊ സുലൈമാൻ നബി കൊണ്ടുവന്നു വിശ്വസിച്ചാൽ, സുലൈമാൻ നബി കൊണ്ടുവന്നത് വിശ്വസിച്ചാൽ, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് വിശ്വസിച്ചാൽ സുലൈമാൻ നബിക്ക് അബോധ കഴിവുണ്ടെന്ന് വരില്ല. സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ആ സിംഹാസനം എത്തി എന്ന് വിചാരിക്കാം. എത്തിയിട്ടുണ്ട്, സത്യമാണ്. അത് സുലൈമാൻ നബി മുഴുവത്താണെങ്കിൽ അപ്പൊ സുലൈമാൻ നബിക്ക് അബോധയമായ കഴിവുണ്ട് വന്നില്ലേ? ഇല്ല, സുലൈമാൻ നബിയുടെ കഴിവല്ല. അതുകൊണ്ടാണ് ജിന്ന് പറഞ്ഞപ്പോ എന്തു പറഞ്ഞു? ഞാൻ കഴിവുള്ളവരാണ്. എന്നാൽ കണ്ണു ചെമ്മി തുറക്കും മുമ്പ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ വ്യത്യാസം. ആ കഴിവ് സുലൈമാൻ നബിക്കില്ല, അത് അള്ളാഹ്ക്കേ ഉള്ളൂ. അപ്പൊ സുലൈമാൻ നബിനെ മുഴുവത്തായിട്ട് അള്ളാഹുടെ വെളിവാക്കി. അല്ലെങ്കിൽ ആസഫിന്റെ കറാമത്തായിട്ട് പടച്ചോടെ കൊണ്ടുവന്നിർത്തു. ആസഫ് ദുആ ചെയ്തു, ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഉത്തരമായി റബ്ബെത്തിച്ചു കൊടുത്തു. ആസഫിന് കഴിവല്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. എന്നെ പരീക്ഷിക്കാൻ. എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുമോ, ഞാൻ നന്ദിയോട് കാണിക്കുമോ എന്നെ പരീക്ഷിക്കാൻ റബ്ബ് തന്ന ഔദാര്യമാണ് എന്ന് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആണ് അഭൗതികമായ തേട്ടം ഉണ്ടായിട്ടില്ല, അഭൗതികമായ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ആർക്കാണ് ചെയ്യാൻ പറ്റുക എന്ന വെല്ലുവിളി ഒന്നുകിൽ, അല്ലെങ്കിൽ തന്റെ പ്രജകളോടുള്ള ഒരു കൽപ്പന, ഒരു ഓർഡർ, അതുമായിരിക്കാം. രണ്ടാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന ഇല്ല. അഭൗതിക മാർഗത്തിൽ അല്ല അവിടെ ഇഫേത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞത്. എന്നാൽ കറാമത്തോ മുഴുവത്തോ ആണെങ്കിൽ അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവിടെ കഴിവുമല്ല, റബ്ബ് നേരിട്ട് നടപ്പാക്കുന്നതാണ്. അതുകൊണ്ട് കറാമത്തുൽ മുഴുവത്ത് എന്ന കഴിവിന്റെ സ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം ശരിയല്ല, അത് ശിർക്കാണ്. അത് റബ്ബിനോട് അവിടെ തുല്യപ്പെടുത്തലാണ്. എന്നാൽ ആ ജിന്നിന് ഉച്ചയാവുമ്പോഴേ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. ആ കഴിവ് അഭൗതിക കഴിവല്ലാത്തത് കൊണ്ട് ജിന്നുകൾക്ക് അഭൗതിക അത് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അവിടെ പ്രസക്തമാവും. കഴിഞ്ഞ ആഴ്ച വന്നൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി ഉഷാറായിരുന്നു. ഇനി അടുത്ത ആഴ്ച ഉണ്ട്, അന്ന് വന്നാലും കുഴപ്പമില്ല, അപ്പോഴും പറ്റും. നേരെ മറിച്ച് കാരണം അവർ പറഞ്ഞത് ജിന്നുകൾക്ക് അഭൗതികമാണ്. നമ്മുടെ മടവൂർ വിഭാഗവും ഇപ്പൊ KNM-നെ സ്വന്തമാക്കിയ സംഘടനാ പക്ഷപാതികളും ഒക്കെ പറയുന്നത് ജിന്നും മലക്കിന്റെ കഴിവ് അഭൗതികമാണ്. അപ്പൊ അവിടെ പോയി ചോദിക്കാം, ഞാൻ കഴിവുള്ളവനാണെന്ന് ഖുർആനിൽ അവിടെ പറഞ്ഞല്ലോ. അപ്പൊ ജിന്നിന് കഴിവുണ്ട് വന്നല്ലോ, ജിന്ന് അഭൗതിക നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ അഭൗതിക കഴിവ് അള്ളാഹുവിലേക്ക് ഉണ്ടെന്ന് വന്നില്ലേ? അപ്പൊ നിങ്ങൾ 100 കൊല്ലം തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ അവിടെ പോയി ചോദിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതിന് ഒരു പ്രയാസമില്ല. AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് എഴുതി വെച്ച മറുപടി അങ്ങനെ തന്നെ എടുത്തു ധരിച്ചാൽ തന്നെ പൂർണ്ണമായി എന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു അക്ബർ. അപ്പൊ ഏതായാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചോദ്യം അഭൗതികമല്ല, അത് ഭൗതികമാണെന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിൽക്കട്ടതിന് മുമ്പ് താങ്കൾ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തി. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മുശ്രിക്കും അവർ അവരുടെ മറ്റ് ബിംബങ്ങളെയൊക്കെ ആരാധിക്കുമ്പോഴും അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും ആ വിഷയത്തിൽ അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന രീതിയിൽ ഇമാം റാസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. മക്ക മുശ്രിക്കീങ്ങൾക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അതല്ല പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, മണി പറഞ്ഞോളാം. പറഞ്ഞതല്ല പറഞ്ഞത് അതാണ് പറഞ്ഞത്. ശരി. അപ്പൊ അല്ലാഹുവിന് ശരീക്കുണ്ട് എന്ന വിഷയത്തിൽ തർക്കമില്ല. അല്ല, അതല്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം.
അല്ല, അങ്ങനെയാണ് ആ കിതാബിന് കാണാനാണ്. അതായത് അള്ളാഹുവിനോട് അറിവിനും കഴിവിനും അസ്തിത്വത്തിനും അതേപോലെ ഹിക്മത്തിനും തുല്യനായ മറ്റൊരു പങ്കാളിയുണ്ട് എന്ന് ലോകത്ത് ഇന്നേ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്ന ഈ അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അഥവാ സുന്നികൾ വിശ്വസിക്കുന്ന വിശ്വാസം. അള്ളാഹുവിന്റെ വജൂദ്, ഖിദം, ബഖാഅ്, മുഖാലഫത്ത്, ഇങ്ങനെ 20 സിഫത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതേ സിഫത്ത് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളെ ലോകത്തൊരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ആശ അതുമല്ല, അങ്ങനെയാണ് ആശയം പോകുന്നത്. റാസിമാൻ പറഞ്ഞ ഉദാഹരണം എനിക്കൊന്നും കാണാം. അല്ല, റാസിമാവിന്റെ വിശദീകരണം അതിനെ പറഞ്ഞു. അതിനെ പറഞ്ഞത് തഫ്സീറാ പറഞ്ഞത്. വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വൽ വുജൂദി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആന. ഇത് ആയത്തല്ലേ? ഇത് തഫ്സീറല്ലേ? ആ തഫ്സീറാ കാണണമോ? കിതാബ് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പറഞ്ഞോളൂ. കിതാബ് ഉണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തണ കിതാബ്. ശരി, കിതാബ് ഇല്ലെങ്കിൽ അന്വേഷിച്ചോളി. ചിലപ്പോൾ ആവശ്യമുള്ളൂ. എപ്പോ അന്വേഷിക്കണം? നിങ്ങൾ അന്വേഷിച്ചോളി. എപ്പോഴും അന്വേഷിച്ചോളി. നിങ്ങൾക്ക് ഇത് നെറ്റിന്റെ അപ്പുറച്ചാപ്പ് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അടിച്ചാൽ കിട്ടും. ഈ ഭാഗത്ത് അടിച്ചു നോക്കിയപ്പോൾ കിട്ടും. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കം ലോകത്തുള്ള മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളടക്കം വിശ്വാസം മക്കാ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്നഹാ തദുറു വതൻഫഉ വതസഫഉ ബിഗൈരി ഇദ്നില്ലാ വതശ്ഫഉ ബിഗൈരി ഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ സഹായിക്കുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അവർ അവരുടെ ബിംബങ്ങൾ ആരാധിച്ചപ്പോഴും അവർ ശിർക്ക് ചെയ്യുമ്പോഴും അവർ വിശ്വസിച്ചത് അന്നഹാ തദുറു ഉപകാരം ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും, തൻഫഉ ഉപകാരം ചെയ്യും. ലാത്തയും അതുപോലുള്ള ബിംബങ്ങളെയും വിളിച്ച പ്രാർത്ഥിച്ചപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു ഈ ബിംബങ്ങൾക്കൊക്കെ സ്വന്തമായി കഴിവുണ്ടെന്ന്. എത്രത്തോളം എന്ന് റാസിമാൻ പറഞ്ഞു. ഇമാം റാസി തഫ്സീറാണ്. സ്വന്തമായി കഴിവുണ്ടില്ല, അള്ളാന്റെ അനുമതി കൂടാതെ, അള്ളാന്റെ സഹായം കൂടാതെ. അള്ളാന്റെ അനുമതി കൂടാതെ കഴിവില്ല. അനുമതി എന്ന് പറഞ്ഞാൽ കഴിവല്ല. ഞാൻ പറഞ്ഞുതരാം. وتلك الصفات التي تخيلها في أصنامهم. ഉദ്ധരണിയുടെ ആദ്യ ഭാഗം അതാണ്. وتلك الصفات التي تخيلها في أصنامهم أنها تضر وتنفع وتشفع عند الله بغير إذنه. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇബാദത്ത്. وتلك الصفات التي تخيلها في أصنامهم. അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് ഉണ്ട് എന്ന് സങ്കല്പിച്ച വിശേഷണങ്ങൾ. അതെന്താ? അന്നഹാ തദുറു, ആ വിഗ്രഹങ്ങൾ ഉപദ്രവം ചെയ്യും. വതൻഫഉ, അവർ ഉപകാരവും ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. എങ്ങനെ ശുപാർശ ചെയ്യും? ബിഗൈരി ഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യും. അനുമതി അവിടേക്കാണ്. അനുമതി ശുപാർശയ്ക്കാണ്, ദുർവിലേക്കല്ല. അന്നഹാ തദുറു, അവർ ഉപദ്രവം ചെയ്യും. വതൻഫഉ, ഉപകാരം ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. ബിഗൈരി ഇദ്നിഹി, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ. അപ്പൊ ശുപാർശ ചെയ്യാൻ അനുവാദം കിട്ടേണ്ടതില്ല. അതാ പഠിച്ചോൻ ഗണ്ണിച്ചത്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരുണ്ട് ശുപാർശ ചെയ്യാൻ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ? അത് മക്കത്തെ മുസ്ലിം വിശ്വാസം. ഇവിടെ മക്കത്തെ മുസ്ലിം വിശ്വാസം അർത്ഥം നമ്മൾ സുലൈമാൻ നബിയെ വിടലി. അതാകെ പ്രതീക്ഷയുള്ളത്. സുലൈമാൻ നബി വന്നാൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ മക്കത്തെ മുസ്ലിം വിശ്വാസം പോകല്ലേ, ഇപ്പോൾ വിഷയമാണല്ലേ. ഇത് ക്ലിയർ ആയെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്തേക്ക് പോകാം. എന്നിരുന്നാലും ഇവിടെ മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പിഴച്ച വിശ്വാസമുണ്ട്. തർക്കമൊന്നുമില്ല. ഒരു ബിംബുണ്ടാക്കിയിട്ടുണ്ട്, ബിംബത്തിനെ ആരാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനൊക്കെ ആരാധിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിവെച്ചത് ശിർക്കിനെയാണ്. ഇവിടെ വിഷയമല്ല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഉദ്ധരണി എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോട് തേടിയാലും ശിർക്കാവൂല പറഞ്ഞത്. അത് ശരിയല്ല എന്ന് പറയാനാ ഞാനിത് പറഞ്ഞത്. മക്കത്തെ മുസ്ലിക്ക് വിഷയം പറഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞത് അതിനാണ്. അള്ളാഹുവിനെ പോലെ അറിവുള്ള, അള്ളാഹുവിനെ പോലെ കഴിവുള്ള, അള്ളാഹുവിനെ പോലെ വജൂദുള്ള, അള്ളാഹുവിനെ പോലെ ഹിക്മത്തുള്ള ഒരു ശരീക്ക്, ഒരു പങ്കുകാരൻ റബ്ബിനുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല. ഇന്നേ വരെ അത് ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹിനെ പോലെ അറിവുണ്ട്, അള്ളാഹിനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറയാൻ വകുപ്പ് ഞാൻ. അതിനാണ് പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ ലോകത്താരും ശിർക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പോട്ടെ, വിഷയമല്ല. ഇവിടെ വിഷയം എന്താണ്? നിങ്ങൾ നമ്മുടെ ഭൗതിക വിഷയം എടുത്തത്. ജിന്നിന്റെ കഴിവ് ഭൗതികമാണോ അഭൗതികമോ? ഈ ചോദ്യം ചോദിച്ചതിനാണല്ലോ. സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ? സുലൈമാൻ നബി അഭൗതികമായ സഹായം തേടിയില്ലേ? അതാണല്ലോ വിഷയം. അതാണ് നമുക്ക് ആദ്യം ക്ലിയർ ആക്കേണ്ടത്. അതിന് ക്ലിയർ ആയെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം. നമ്മൾ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയുന്നത് ആത്മാർത്ഥമായി സൂചിപ്പിക്കാം. അപ്പൊ നിങ്ങളിവിടെ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം തുടങ്ങിയ എന്താണ്? അള്ളാഹു അല്ലാത്തവരുടെ അഭൗതികമായി സഹായം തേടിയ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അതിനാ ഞാൻ എന്ത് പറഞ്ഞത്? ഒരു നബിയും അങ്ങനെ തേടിയിട്ടില്ല, ഒരു നബിയും തേടിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് സുലൈമാൻ നബി സന്തോഷം തേടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. സുലൈമാൻ നബി തേടിയ തേട്ടവും അഭൗതികമായ തേട്ടമല്ല. നേരെ പറഞ്ഞ് സുലൈമാൻ നബിയുടെ മുമ്പിൽ മനുഷ്യർ മാത്രമല്ല, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗമുണ്ട്. ഇതെല്ലാം സുലൈമാൻ നബി കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. അതുകൊണ്ട് അവിടെയുള്ള മനുഷ്യന്മാരെ കഴിവല്ല അവിടുത്തെ ജിന്നിന്. ആ ജിന്നിൽ തന്നെ സാധാരണ ജിന്നിന്റെ കഴിവല്ല, ജിന്നിൽപ്പെട്ട ഇഫ്രീത്തിന്. അതേപോലെ കാറ്റിന് മനുഷ്യന്റെ കഴിവല്ല, അവിടുത്തെ പക്ഷികൾക്ക് മനുഷ്യന്റെ കഴിവല്ല. ഓരോന്നിനും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകളെയാണ് ഭൗതിക കഴിവ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. ഇപ്പൊ കാറ്റിന് കഴിവുണ്ട്. എങ്ങനെ? ഒരു മാസത്തെ ദൂരം പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നു, ഒരു മാസത്തെ ദൂരം ദോഷത്തിലും സഞ്ചരിക്കുന്നു. അത് മനുഷ്യനെ കഴിയില്ല. അത് മനുഷ്യനപ്പുറത്തുള്ള മനുഷ്യന് അതീതമായ കഴിവാണ്. അതുകൊണ്ട് കാറ്റിന് ആ കഴിവുണ്ട് വിശ്വസിച്ച സർക്കാരോ ഇല്ല. അതേപോലെ മരംകുത്തിയാണ് അവിടെ പോയിട്ട് വിവരം കൊണ്ടുവന്നത്. മരംകുത്തിയാണ് അവിടെ ചെന്ന് വിവരവുമായി വന്നത്. ഞാൻ അവിടെ രാത്രിയെയും കൗമനെയും കണ്ടു സൂര്യനെ ആരാധിക്കുന്നവരായിട്ട്. അത് മരംകുത്തിയ വിവരം കൊടുത്തത്. അപ്പൊ ആ കഴിവ് മനുഷ്യനുണ്ടോ? അവിടെ പോയി വിവരം കിട്ടി പാറി വന്നു കൊടുക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല. അത് അഭൗതിക കഴിവാണോ? അല്ല, അത് മരംകുത്തിയുടെ വ്യവസ്ഥയാണ്, മരംകുത്തിക്കുള്ള കഴിവാണ്. എന്നതുപോലെ ജിന്നിൽപ്പെട്ട ഈ മല്ലൻ പറഞ്ഞു, ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ആ കഴിവ് ഉണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നോ? ഇല്ല. ജിന്നിന്, ആ ഇഫ്രീത്തിന് അങ്ങനെ കഴിവുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് സഭയിൽ ചെന്ന് സിംഹാസനം പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ ആ ഇഫ്രീത്തിന് കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അവിടെ വ്യത്യാസപ്പെടുന്നത്. അപ്പൊ അവിടെ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ച ശിർക്കാണ്. ഇനി ആ ഇഫ്രീത്ത് മരിച്ചു വിചാരിക്കും. ആ ഇഫ്രീത്ത് സുലൈമാൻ നബിയുടെ കാലത്തല്ലേ, അവർക്ക് എത്ര ആയുസ് നമുക്കറിയില്ല. ആ ഇഫ്രീത്ത് മരിച്ചു പോയിരിക്കാം. ആ മരിച്ചു പോയാലും ആ ഇഫ്രീത്തിന് ഇപ്പോഴും വേണമെങ്കിൽ അവിടെ പോയി കൊണ്ടുവരാൻ പറ്റുന്ന വിശ്വസിച്ചാലോ? ശിർക്ക് വന്നു. ആ മരിച്ച ഇഫ്രീത്തിന് കഴിയുന്ന വിശ്വാസം ശിർക്ക് വന്നു. എന്നാൽ അന്ന് സുലൈമാൻ നബിയുടെ മുമ്പിലുള്ള ഇഫ്രീത്ത് അപ്പറഞ്ഞ കാര്യം ഉച്ചയാവുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കാര്യം വിശ്വസിച്ച ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഞാനൊരു കഴിവുള്ളവനാണ്. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ല. മുഹീദ്ദീൻ ശൈഖ് കറാമത്ത് എന്തിനാ വിചാരിക്കാം? കറാമത്ത് ഉണ്ടെങ്കിൽ പോലും മുഹീദ്ദീൻ ശൈഖിനെ കഴിവല്ല. അതുകൊണ്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. കുപ്പിക്കുള്ളിൽ വസ്തു കാണും പോലെ മുഹീദ്ദീൻ ശൈഖ് കൽബ് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്. എന്നാൽ രക്തം സഞ്ചരിക്കാത്ത പിശാച് സഞ്ചരിക്കും എന്ന് വിശ്വസിച്ചാലോ? അത് ശിർക്കല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് മക്കത്തെ മുസ്ലിക്ക് അവർക്ക് പോകാം. ഈ വിഷയത്തിൽ താങ്കൾക്ക് തൃപ്തമായോ? അതല്ല കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇനി അതല്ല അത് കൂടുതൽ പഠിക്കണം എന്നൊക്കെ തൽക്കാലം മാറ്റി വെച്ച മറ്റു ഭാഗത്തേക്ക് പോവുകയാണോ? എങ്കിൽ നമുക്ക് വിരോധമില്ല. അങ്ങനെ വിഷയം മാറുകയാണെങ്കിൽ ആളുകളോട് കൂടി സമ്മതം ചോദിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഫൈസൽ മൗലവിയുടെ മറുപടി: ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഫ്രീത്തിനെ മാത്രം ഫോളോ ചെയ്തല്ല ചോദിച്ചത്. നിങ്ങളിപ്പോ ഇന്നഹു ലകബീൻ ആ ആയത്തിൽ കിടന്നിട്ട് മനുഷ്യർക്കില്ലാത്ത കഴിവ് മലക്കുകൾക്കല്ല കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ജിന്നുകൾക്ക് മറ്റൊരു കഴിവുണ്ട്. മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത മനുഷ്യരുണ്ട്. നമ്മുടെ ചർച്ചകളല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഞാനൊക്കെ നമ്മൾക്ക് മനുഷ്യരോടല്ല ചോദിച്ചത്, മനുഷ്യരോട് മാത്രം അല്ല ജിന്നിനോട് മാത്രമല്ല, എല്ലാവരും പറയട്ടെ. നമ്മുടെ ചർച്ച ഇപ്പൊ ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യനാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനാണ് നമ്മൾ അസാധാരണം എന്ന് പറയാറുള്ളത് അല്ലേ?
അതായിക്കോളുന്നില്ല ആകാൻ സാധ്യതയില്ലേ? അതാണ് ഇപ്പൊ എങ്ങനെ വേർതിരിക്കാം? എന്താണ് ശിർക്കും തൗഹീദും വേർതിരിഞ്ഞാൽ അതല്ല മാനദണ്ഡം. ശിർക്കും തൗഹീദും പറഞ്ഞത് അടിസ്ഥാനം ഞാൻ പറഞ്ഞു, അതല്ല വിഷയം. എന്റെ ചോദ്യം സാധാരണം അസാധാരണം, ഇവിടെ അസാധാരണമല്ല എന്ന് നിങ്ങൾ പറയാൻ അതിനുവേണ്ടി കുറെ വാദങ്ങൾ പറയുന്നു. ഞാനത് അസാധാരണമാണെന്ന് പറയുന്നു. അപ്പോഴാണ് എന്റെ ചോദ്യം, സാധാരണം അസാധാരണം എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യ കഴിവിനപ്പുറം, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത്, അതിനപ്പുറത്തുള്ളതാണ് സാധാരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ഇവിടെ ഇഫ്രീത്തിനോട് മാത്രം ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്, സദസ്സിനോടാണ്. സദസ്സിൽ മനുഷ്യനുണ്ട്, ജിന്നുണ്ട്, മറ്റു പലരുമുണ്ട്. സുലൈമാൻ നബിക്ക് ഒരുപാട് പേരെ സ്വാധീനിച്ചെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സുലൈമാൻ നബി അസാധാരണമായ, സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായ, കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു സംഭവം തന്നെയാണ് ബിൽക്കീസ് രാജിയുടെ സിംഹാസനം കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഇതാണ് ചോദിച്ചത്. ഇത് സദസ്സിനോട് മാത്രം, സദസ്സിനോടാണ് ചോദിച്ചത്. അവിടെ ജിന്നുണ്ട്, മനുഷ്യരുണ്ട്. ഇഫ്രീത്ത് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആസിഫിന് ബർഹിയ പറഞ്ഞത്, അദ്ദേഹം കൊണ്ടുവന്നത് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് ഇപ്പുറമാണ്. ഇതിനെ പറഞ്ഞത് തന്നെയല്ലേ അസാധാരണം എന്ന് പറയാൻ മനുഷ്യന് കഴിയാത്തത്. അത് ആരസാധാരണം? മനുഷ്യന്റെ സാധാരണം. മനുഷ്യന്മാർ മാത്രമുള്ള സദസ്സിനോടാണ് ചോദ്യമെങ്കിൽ അത് മനുഷ്യന് കഴിയാത്ത തന്നെ വേണേ ചോദിക്കാം. ഇനി മനുഷ്യന്മാർ മാത്രമല്ല സദസ്സിൽ, താങ്കളും പറഞ്ഞല്ലോ, അതാണ് അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി. ആ സമൂഹത്തോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത്. അയ്യുക്കും യഅ്തി, നിങ്ങളിൽ ആരാണ് കൊണ്ടുവരിക? അപ്പൊ ആ സദസ്സിൽ ആർക്കും പറ്റും പറയാൻ. അവിടുത്തെ മനുഷ്യർക്ക് പറ്റുമോ? ഒറ്റയ്ക്ക് പറയും, പക്ഷെ മനുഷ്യർക്ക് പറ്റൂല. അവരും പറഞ്ഞില്ല. അവിടെ വേറെ കുറെ ജിന്നുകളുണ്ട്, ആ ജിന്നർക്കും കഴിയില്ല, അവിടെ അവരും പറഞ്ഞില്ല. അതിൽപ്പെട്ട മല്ലൻ അവന് കഴിയും, അപ്പോൾ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കാം. അത് പോരാ, അതിന് മുമ്പേ വേണം. പിന്നെ മറുപടി ഇല്ല, അപ്പൊ ആർക്കും കഴിയില്ല. എന്നാ ശരി, ഒന്നുകിൽ മുഴുസത്ത് അല്ലെങ്കിൽ കറാമത്ത്, അപ്പൊ അബൗദികാണ്. പക്ഷെ സുലൈമാൻ നബിയെ കഴിവല്ല. സുലൈമാൻ നബിയെ മുഴുസത്തായിട്ട് റബ്ബിനെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു, കണ്ണ് ചെമ്മി തുറക്കും മുമ്പ്. എങ്കിൽ അത് അബൗദികമാണ്. പക്ഷെ സുലൈമാൻ നബിയുടെ കഴിവല്ല. ഇനി ആസഫ് ആണെങ്കിൽ ആസഫ് വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു, ദുആ ചെയ്തു. ആ പ്രാർത്ഥന അടക്കം തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. അപ്പൊ കറാമത്താണ്, ദുആക്കുള്ള ഇജാബത്താണ്. ആസഫിന്റെ കഴിവല്ല. അതാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു, മറ്റാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു, മറ്റാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള അസുഖിന് പുറകെ പറഞ്ഞു, ഞാൻ കണ്ണ് ചിമ്മി തുറക്കുന്നതിനിപ്പുറം കൊണ്ടുവരാം. ഞാൻ പറഞ്ഞത് കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാം. ഖബ്ല അൻ യർതദ ഇലൈക തുർഫുക, കണ്ണു ചിമ്മി തുറക്കുന്നുണ്ട്. ശരി, അത് ആരാണ് ആള്? നോക്കണതാണല്ലോ. കിതാബിന്റെ ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യത്യസ്ത വ്യാഖ്യാനമുണ്ട്. ഒന്ന് സുലൈമാൻ നബി തന്നെ. എന്തുകൊണ്ട്? ഒരു നബി ജീവിച്ചിരിപ്പുള്ള ഒരു സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം ആ നബി തന്നെയായിരിക്കും. കാരണം ആ നബി പഠിപ്പിച്ചു കൊടുത്ത ഇൽമേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു പ്രവാചകനും അല്ലാത്തവരും ഒന്നിച്ചുള്ള സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം സുലൈമാൻ നബി. ഇത് എന്റെ ന്യായമല്ല, റാസി പറഞ്ഞ ന്യായമാണ്. അതിനകത്ത് പറഞ്ഞല്ലോ, പല കാരണങ്ങളാൽ ഈ അഭിപ്രായമാണ് ശരി. അതിൽ ഒരു കാരണം റാസി പറഞ്ഞതാണ്, ഇൽമും മിനൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് നബി ഉണ്ടാകുമ്പോൾ നബി തന്നെയാണ്. അല്ലാത്തവർക്ക് നബിയിൽ നിന്ന് കിട്ടിയ ഇൽമേ അവർക്ക് ഉണ്ടാവുള്ളൂ. 2, അത് കണ്ടപ്പോൾ എന്ന് പറയുന്നു സുലൈമാൻ നബി. അപ്പൊ സുലൈമാൻ നബി തന്നെയാണ് ആ മുഅ്ജിസത്ത് പ്രകടമായത് എന്ന് അതിൽ തെളിവാണ്. ഇങ്ങനെ തുടങ്ങി 5 കാര്യം, 5 ന്യായം റാസിനെത്തുന്നു. ഇനി സുലൈമാൻ നബി അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം റാസിദനുണ്ട്, അഭിപ്രായമുണ്ട്, ഇബ്നു കസീർ അഭിപ്രായമുണ്ട്, ഒട്ടുമിക്ക തഫ്സീർ അഭിപ്രായമുണ്ട്. ആസഫ് ആണെങ്കിൽ എന്ത് ചെയ്തു? ആസഫ് എന്ത് പറഞ്ഞില്ല? ഞാനത് കഴിവുള്ളവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇഫ്രീത്ത് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവരാണെന്ന് പറഞ്ഞു. ആസഫിന് കറാമത്തുണ്ടെന്ന് വന്നാൽ പോലും ഞാൻ കഴിവുള്ളവരാണെന്ന് പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു കറാമത്തവരെ കഴിവല്ല. പിന്നെ എന്താ ചെയ്തത്? അദ്ദേഹം വുളൂ ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, എന്നിട്ട് ദുആ ചെയ്യുന്നു. ആ ദുആക്ക് ഉത്തരമായി റബ്ബ് എത്തിച്ചു കൊടുക്കുന്നു.
അല്ലാതെ എന്റെ കഴിവാന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഫ്രീത്ത് എന്ത് പറഞ്ഞു? ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. അപ്പൊ പിന്നെ അസാധാരണം എന്ന് പറഞ്ഞത് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി സദസ്സിൽ എല്ലാവരും ഉണ്ട്. അവിടെ മനുഷ്യന്റെ സാധാരണം വെച്ചിട്ട് അവിടുത്തെ അസാധാരണം അളക്കാൻ പറ്റൂല. അവിടെ അസാധാരണം എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ കൂടി എല്ലാവരുടെയും കഴിവിനപ്പുറത്താണ്. അപ്പൊ ആ സദസ്സിൽ കൂടിയൊക്കെ എന്താ കഴിയുക? അവര് പറഞ്ഞു അതിനപ്പുറം വേണം, അത് കണ്ണു ചെമ്മിത്രക്കും എത്തിക്കാം. അത് കഴിവാന്ന് പറഞ്ഞു. ഇല്ല, അത് കഴിവല്ല. അത് ദുആ ചെയ്ത് ദുആയുടെ ഉത്തരമായി അതവിടെ എത്തിയതാണ്. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കുക. ഇഫ്രീത്ത് അത് പറയുമ്പോൾ സുലൈമാൻ സമ്മതിച്ചേക്കാം, ശരി ഉച്ചയാകുമ്പോഴേക്കും മതി നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞവൻ കൊണ്ടുവന്നാ ഉഷാറാണല്ലോ, അത്ര പ്രതീക്ഷയില്ല എന്നല്ലേ പറയാം. കാരണം അത് അവന്റെ കഴിവാണ്, അതാണ് കഴിവ്. അപ്പൊ അവിടെ അഭൗതിക പ്രശ്നം ഉദിക്കുന്നില്ല. ഏതായാലും അഭൗതികമായി റബ്ബലത് തേടാൻ ഈ തെളിവല്ല. അതിനാണ് പൊക്കിക്കൊണ്ടിരുന്നത്. അഭൗതികമായി റബ്ബല്ലാതെ തേടാൻ ഈ തെളിവല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ല, ലോകത്ത് ഒരു നബിയും തേടിയിട്ടില്ല, ഒരു അഹ്ലുസുന്നയുടെ ഇമാമും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അഭൗതികമായ തേട്ടം എന്നാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. കാരണം അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, അമ്പിയാവിനുമില്ല, ഔലിയാവിനുമില്ല, ശുഹദാവിനുമില്ല, സ്വാലിഹീകൾക്കുമില്ല, കല്ലിനുമില്ല, മരത്തിനുമില്ല, ഒന്നിനുമില്ല. ഒന്നിന് എപ്പോ വിശ്വസിച്ചോ അവിടെ ഖുദ്റത്ത് എന്ന വിശേഷത്തിൽ പങ്കുചേർത്തു. ഒരു കല്ലിന് അഭൗതിക കഴിവുണ്ട് എന്നതും വിശ്വസിച്ചാൽ ആ കല്ലിനെ റബ്ബിന്റെ ഖുദ്റത്ത് എന്ന വിശേഷത്തിൽ പങ്കുചേർത്തു. ഒരു നബിക്ക്, ഒരു വലിയന്, ഒരു വഹാന്, ഒരു മലക്കിന്, ഒരു ജിന്നിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് എപ്പോൾ വിശ്വസിച്ചുവോ അവിടെ ഖുദ്റത്ത് എന്ന അല്ലാഹുവിന്റെ വിശേഷണം അവർക്ക് വകച്ചു കൊടുത്തു. അപ്പം തേടണമെന്നില്ല, തേടിയാൽ രണ്ടാമത്തെ ശിർക്ക്, തേടിയിട്ടില്ലെങ്കിൽ തന്നെ ആ വിശ്വാസം ശിർക്ക്. അതുകൊണ്ടാണ് ആ വിശ്വാസം പ്രകാരമാണോ തേട്ടം എങ്കിൽ പ്രാർത്ഥന ശിർക്ക്, ആ വിശ്വാസം ഇല്ല എങ്കിലോ അത് ശിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് സൂചിപ്പിച്ച് ഇനി വാർത്ത കൊടുക്കുക. ഇത്ര സമയമായി എൻ്റെ പേര് സലീം, വടുതല സ്വദേശി തന്നെ. ഫൈസൽ മുസ്ലിയാരുടെ വിഷയാവതരണം അവസാന ഭാഗം കേട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, അമ്പിയാക്കൾ ഔലിയാക്കൾ അവർ വഫാത്തിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കാണ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ കല്യാണം കഴിക്കുകയും അങ്ങനെ വരാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മണിയറയിൽ വന്നിരിക്കുകയില്ല എന്ന് വെച്ച് പറഞ്ഞതാണ്. ഈ സി പിയുടെ ഒരു ക്ലിപ്പിങ് കാണിച്ച് സി പി ഇങ്ങനെ കണ്ണീറുള്ള ആൾക്കാരെ കൊണ്ടു നിർത്തിയ പോലെ തേങ്ങ ഇടാനൊന്നും സി പി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, ഞാനൊരു 2001 കാലഘട്ടത്തിൽ ശബാബ് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ശബാബിൽ വന്നൊരു ലേഖനം, അന്ന് മുജാഹിദ് ആറൊന്നും ആയിട്ടില്ല, ഫൈസൽ മുസ്ലിയാരൊന്നും ഉണ്ടെന്നറിയില്ല മുജാഹിദിൽ, എന്നാലും ബാക്കി എല്ലാവരും ഒന്നിരിക്കുന്ന സമയമാണ്. ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ ഒരു സമയം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവിടുത്തെ അന്നത്തെ IS-കാർ വിപ്ലവകാരികൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ സമീപത്തേക്ക് നായില റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാണ്. നായില റളിയല്ലാഹു അൻഹക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന് നോമ്പാണ്. മഹാനവറുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം ഈ വിപ്ലവകാരികൾ നൽകിയില്ല. നായില റളിയല്ലാഹു അൻഹയെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിപ്ലവകാരികൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല. മഹദിയവറുകൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഹദിയവറുകൾ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഈ മേൽപ്പടി തടങ്കലിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ പിറകുവശത്തു കൂടി മഹാന്റെ സമീപത്ത് വരികയും മഹാനോട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കുകയും ചെയ്തു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നോമ്പ് തുറന്നു നായില. അപ്പോൾ മഹദിയായ നായില റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങ് എങ്ങനെ തുറന്നു? അപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കി. അള്ളാഹുവിൻ്റെ റസൂല് 18 വർഷം മുമ്പ് വഫാത്തായി പോയ റസൂലുള്ള ഒരു പാത്രം വെള്ളവുമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എന്നിലേക്ക് എത്തി നോക്കി. ഞാൻ വെള്ളം കുടിച്ചു, നോമ്പ് തുറന്നു നായില എന്ന് പറഞ്ഞു. ഇത് P. മുഹമ്മദ് കുട്ടശ്ശേരിയാണ് എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഹയാത്തിലുണ്ട്. അദ്ദേഹം ശിർക്കൻ വിശ്വാസക്കാരനാണോ? അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായ നോക്കിയാണ് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. അന്നേരം ഇബ്നു കസീർ ഇതിൽ കുറ്റവാളിയാണോ? ശിർക്ക് പ്രചരിപ്പിച്ച വ്യക്തിയാണോ? ഇതിന്റെ ഇബ്നു കസീറിന്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു,
بعد النبي صلى الله عليه وسلم أو لغيره حاجته فاتقوا به قد وقع كثيرا. അള്ളാഹുവിന്റെ റസൂലിനോടോ അതുപോലെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ധാരാളം സഹായം ചോദിച്ചതായിട്ട് തെളിവുകളുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഇബാറത്ത് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതാണ്, വായിച്ചു. ശരി, ഇബ്നു കസീറും തെറ്റുപറ്റിയിട്ടില്ല, പി മുഹമ്മദ് കുട്ടശ്ശേരിക്കും തെറ്റുപറ്റിയിട്ടില്ല, ഷബാബിലും തെറ്റുപറ്റിയിട്ടില്ല. ഷബാബിൽ ആ ലേഖനം വന്നപ്പോൾ അന്ന് അതിലെ ഒരു ഭാഗം വിട്ടുപോയി, ശ്രദ്ധിക്കണ്ടല്ലോ. അതുകൊണ്ട് ആ ഷബാബ് വന്നിട്ട് തൊട്ടടുത്ത ഷബാബിൽ മറ്റൊരു ലേഖനം വന്നിരുന്നു. EKM പന്നൂരാണ് അന്നത് എഴുതിയത്. ഈ ലേഖനം വന്ന തൊട്ടടുത്ത ആഴ്ചയിൽ EKM പന്നൂർ മറ്റൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഉസ്താദിന്റെ കയ്യിൽ ഷബാബ് എന്നായിരുന്നു. ഉസ്താദിന്റെ കയ്യിൽ ഷബാബ്. അദ്ദേഹം ഒരു സങ്കല്പ കഥ എഴുതിയ പള്ളിയിലെ ഉസ്താദ് ഷബാബും വിളിച്ച് വരിക. അപ്പൊ ശിഷ്യർക്ക് അല്ല ഉസ്താദ്, എന്താ വഹാബികളെ മാസിക കയ്യില്, എടാ ഇതില് മുതലുണ്ട്, ഇപ്പം മിണ്ടണ്ട, 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും. ഇപ്പൊ പറഞ്ഞ എന്താ, ഇപ്പൊ പറഞ്ഞ എല്ലാവരുടെ കയ്യിൽ ഷബാബുണ്ട്, എടുത്തു നോക്കും. ഇപ്പൊ പറയണ്ട, 5 വർഷം കഴിഞ്ഞാൽ നമുക്കിത് ഉപകാരപ്പെടും. അപ്പൊ എന്താ ഉസ്താദെ അപ്പൊ സംഭവം എടുക്കുന്നു. ഇങ്ങനെ ഒരു ലേഖനം തൊട്ടടുത്ത ലക്കത്തിൽ വന്നു. അപ്പൊ അവിടെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്വപ്നം കണ്ടു എന്നതാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചത്. അൽ ബിദായത്ത് വന്നിഹായയിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിലാണ് ആ വിഷയം. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അൻത തുഫ്തിറു ഇൻദനാ, നിനക്ക് ഞങ്ങളടുത്ത് നാളെ നോമ്പ് തുറക്കാം എന്നാണ്. പിറ്റേന്നാണ് ഉസ്മാൻ അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്. അപ്പൊ അത് സ്വപ്നം കണ്ടു എന്നാണ്. അപ്പൊ സ്വപ്നം കണ്ടു എന്ന ഭാഗം ആ ലേഖനത്തിൽ വന്നില്ല. അതാണ് ഉസ്താദ് വല്ല നേട്ടമായി കണ്ടതായി അന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പന്നൂർ എഴുതിയത്. എന്നിട്ടാണ് പിന്നെ ലക്കത്തിൽ അത് പ്രത്യേകം എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് സംഭവം, ഇന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതാണ് വിഷയം. അവിടെ അല്ലാഹു റസൂൽ ഇങ്ങനെ ഓടുമ്പുറത്ത് വന്നിട്ട് ഓടെടുത്ത് വെള്ളമിറക്കി കൊടുത്തു എന്നൊന്നുമില്ല. അങ്ങനെയാണ് റസൂലൊക്കെ നയിക്കുന്നവർ വന്നത്. എന്തിനാ ഉസ്മാൻ അഫ്ഫാന്റെ വീട്ടിലേക്ക് മേലെ കൂടി വരുന്നത്? അങ്ങനത്തെ ഒന്നുമില്ല. ഒരു സ്വപ്നം കണ്ടതാണ്. ആ വിഷയമുണ്ട്. ഇബ്നു കസീർ ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വപ്നം കണ്ടു, നബി അങ്ങനെ സ്വപ്നത്ത് കാണും, നബി വെള്ളം തന്നു എങ്കിൽ സ്വപ്നം കാണാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. ഒരാൾ സ്വപ്നം കണ്ടു വിചാരിക്കും, സ്വപ്നം കാണാൻ പറ്റൂല എന്നിങ്ങനെ പറയാം. അത്രയത്തിലുള്ള സ്വപ്നം കണ്ടു എന്നേ ഉള്ളൂ. സ്വപ്നത്തിൽ വെള്ളം തന്നു, ഓക്കെ നമുക്ക് വാങ്ങാം, നമുക്ക് കുടിക്കാം, അത്രയത്തിലുള്ള, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഉദ്ധരണി ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിലാണ് ഉള്ളത്. പല ആളുകളും ഖബറിങ്ങനെ പോയി തേടിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയതായി പല സംഭവങ്ങളും പറയുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞ എന്താണ്, അതുകൊണ്ടൊന്നും ആ ഇസ്തിഗാസ ശരിയാണെന്ന് പറയാൻ പറ്റൂല. അതാ പിന്നെ പറയണത്. അവിടെ പോയി നമ്മളായിട്ടുണ്ടല്ലോ, ചെന്നൈ അബൂബക്കർ ഹാജി പണ്ട് ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി, എനിക്ക് മക്കളുണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി, സന്താനമില്ല. പല സിദ്ധന്മാരെയും തങ്ങന്മാരൊക്കെ പോയി കണ്ടൊരു പ്രയോജനമില്ല. അവസാനം അദ്ദേഹത്തെ അയൽവാസി പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂർ വരി, ഒരു തുലാഭാരം നടത്തിയാൽ കുട്ടി ഉണ്ടാവും. അദ്ദേഹം ഒന്ന് ശങ്കിച്ചു, പോകാൻ പറ്റുമോ? ഏതായാലും പോയി. അദ്ദേഹം തുലാഭാരം നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. പത്തനംതിട്ട വലിയ ന്യൂസായി വന്നു. അന്ന് സമസ്ത പറഞ്ഞു അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാണ്. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ജാളത്തിലൊക്കെ പോയി, എവിടെയൊക്കെ പോയി പറഞ്ഞു. അതൊന്നുമില്ല, എവിടെ പോയി പറഞ്ഞപ്പോ ഇത് മാത്രം ചെറുക്കാതെ എങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചതെന്ന് വലിയ വാർത്തയായിരുന്നു. അപ്പൊ അവിടെ പോയി കിട്ടുമെന്ന് വിചാരിക്കാം. ഇന്ന് നബി തൈമിയ്യ ശേഷം വിഷയിക്കുന്ന ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അത് 2-3 വജഹുകൾ പറഞ്ഞു. ഒന്നുകിൽ ഒരു പക്ഷേ പ്രാർത്ഥിച്ചവന്റെ ഇൽത്തിറാറായിരിക്കാം കാരണം. എന്ന ആയത്ത് പ്രകാരം ദുരിതത്തിൽ അകപ്പെട്ട ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല ഉത്തരം ചെയ്യും. അപ്പൊ ഇവൻ പ്രയാസത്തിൽ അകപ്പെട്ടവൻ അവിടെ പോയി തേടിയപ്പോ പഠിച്ചോ ഉത്തരം കൊടുത്തതാ, അവിടുന്ന് ഉത്തരം കിട്ടിയതല്ല. അതല്ലെങ്കിൽ ഒരു പക്ഷെ അവന് പരീക്ഷണമായിരിക്കാം. അവൻ അവിടെ പോയി തേടുമ്പോ റബ്ബ് കൊടുക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നോക്കട്ടെ അവന് ഇവിടുന്ന് കിട്ടിയെന്നാണോ വിശ്വസിക്കുന്നത്, അതോ പഠിച്ചോണിലേക്കാണോ വിശ്വാസം പോകുന്നത് എന്ന ടെസ്റ്റുമാവാം. മറ്റു ചില കാരണങ്ങളുണ്ടാവാം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന ആയത്തുകൾ എടുത്തു കൊടുത്തിട്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയി തേടി ഉത്തരം കിട്ടി, അവിടെ രോഗം സുഖപ്പെട്ടു, ഒരു ആവശ്യം നിറവേറി എന്നതുകൊണ്ട് അക്കാര്യം ശരിയാണ് എന്നതിന് അത് പ്രമാണമല്ല എന്ന് പഠിപ്പിച്ച ആളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഈ തിരിച്ചമ്മ ആലോചിച്ച് നോക്കാം. ഇവിടെ തന്നെ പോക്കറ്റ് അടിച്ചു, ആ കാശും കൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ പിന്നെ എടാ പോക്കറ്റ് അടിക്കാൻ പാടില്ല. ഓൻ പറയാ, എന്താ പോക്കറ്റ് അടിച്ച ഭക്ഷണം കഴിച്ചതിന്റെ വിശപ്പ് മാറിയല്ലോ? ആഹാ വിശപ്പ് മാറിയോ, എന്നാ കുഴപ്പമില്ല എന്ന് പറയൂ.
അപ്പൊ വിശപ്പ് മാറിയോ ഇല്ലെന്നതല്ല, അവൻ ചെയ്ത പണി ശരിയാണോ എന്നാണ്. വ്യക്തം കല്യാണം കഴിഞ്ഞു 25 കൊല്ലമായി, കുട്ടികളൊന്നുമില്ല. അവസാനമായി അയൽപ്പക്കത്തെ പെണ്ണിനെ കൂടെ പോയി അതിന് കുട്ടിണ്ടായി. ആ പറയണ ചെയ്യാൻ പറഞ്ഞ വ്യഭിചാരല്ലേ? അവൻ പറയാം അല്ല എനിക്ക് കുട്ടിണ്ടായല്ലോ, ആ എന്നാ പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ കാര്യം നിറവേറി എന്നതല്ല ഒരു കാര്യം ശരിയോ തെറ്റോ എന്നതിന്റെ മാനദണ്ഡം. കാര്യം ഒരുപക്ഷെ നിറവേറിയേക്കാം, ചിലപ്പോൾ പൈശാചിക സഹായമായേക്കാം, ചിലപ്പോൾ റബ്ബിന്റെ പരീക്ഷണമായേക്കാം, ചിലപ്പോൾ അവന്റെ കതിർ സാന്ദർഭികമായി ഒത്തുവന്നതായിരിക്കാം. അപ്പോ നിശ്ചയിച്ചത് കുട്ടിണ്ടാവാൻ ആ സമയം, അതേ സമയത്തായിപ്പോയി യാദൃച്ഛികമായി അവൻ അവിടെ പോയി പറഞ്ഞത്. ആ പോയതുകൊണ്ടല്ല കിട്ടിയത്, അന്ന് തീരുമാനിച്ച സമയമായപ്പോ കിട്ടിയതാണ്. ഞങ്ങൾക്ക് നാട്ടിൽ പറയും ചക്ക ഇട്ടപ്പോ മൊയിൽ കിട്ടിയത്. അത് വിചാരിച്ച പിന്നെ മറ്റൊരുത്തം പോയി ചക്ക ഇട്ടാ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഒരുത്തൻ ചക്ക ഇട്ടപ്പോ അറിയാതെ മൊയിലിന്റെ പുറത്ത് വീണുപോയി, അങ്ങനെ മൊയിലിനെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം. അത് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ആ പറഞ്ഞ ഇബ്നു തൈമിയ്യയോ ആ പറഞ്ഞ ഇബ്നു കസീറോ അത് എടുത്തു തിരിച്ച ശബാബോ റബ്ബല്ലാത്തവരോട് തേടാൻ തെളിവായിട്ടല്ല അതൊന്നും പറഞ്ഞത്. ഇബ്നു കസീറും പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും. ഇത് വെച്ചിട്ട് നമുക്ക് നബിയോട് തേടാം, നബി സഹായിക്കും, നബി എങ്ങനെ വരും എന്ന് ഇബ്നു കസീർ പഠിപ്പിച്ചില്ല, ഇബ്നു തൈമിയ്യയും പഠിപ്പിച്ചില്ല. ശബാബും അത് സ്ഥാപിക്കാനല്ല പറഞ്ഞത്. ഉസ്മാൻ അഫ്ഫാന്റെ മഹത്വം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹത്തിന്റെ മേന്മകളുടെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം കണ്ട ഈ സ്വപ്ന കഥ എടുത്തു തിരിച്ചത്. അല്ലാഹു അഅലം. മറ്റേ കുട്ടശ്ശേരി ആ ഭാഗം സ്വപ്നം കണ്ടാണെന്ന് വിട്ടുപോയെന്ന് പറയുമ്പോ പ്രൂഫ് വായിക്കാതെയല്ലേ മറ്റൊരു വന്നു പിന്നെ കൊടുത്തു തമിഴിക്കട്ടെ കാര്യം അത്രയും ബോധമില്ലല്ലോ എഴുതിയ കാര്യം. ഇത്ര റസൂലുള്ള വന്ന് വെള്ളം കൊടുത്തെന്ന് നേരം അല്ലെ പിന്നെ അന്നേരം നമ്മുടെ വിശ്വാസത്തിനെതിരല്ല എന്തെങ്കിലും ചിന്തിക്കണ്ടേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കല്ലേ മനുഷ്യൻ. സ്വപ്നം വാക്കുകൾ വിട്ടുപോയി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ മറ്റൊരാളോട് ചോദിച്ച ചോദ്യം തന്നെയാണ് കാര്യം. പിന്നെ ഇപ്പൊ അത് ചോദിക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോ കാര്യം ഇപ്പൊ ഗുരുവായൂരെ കാര്യം പറഞ്ഞ പിന്നെ തുലാഭാരം നടത്തുന്നതും കബറിന്റെ പോണതും ഒരുപോലല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് അങ്ങനെ കാര്യം സാധിച്ചത് കൊണ്ട് രണ്ടും ശരിയാവണമെന്നില്ല. അപ്പൊ ഞാനിനി അകലാട് സംവാദം വളരെ കൃത്യമായിട്ട് 2-3 പ്രാവശ്യം കണ്ടതാണ് ഞാൻ. അപ്പൊ അതിനകത്ത് ദഹബി ഇമാമിനെ കുറിച്ച് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഖാത്തിമത്തുൽ വിഷയം പറഞ്ഞോളി. ഒരുപാട് ഫളായിൽ പുള്ളിയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ മഹാനായി പറഞ്ഞ അവിടെ ചോദിച്ചു ചോദ്യമില്ലേ ഞാനത് വിശദീകരിക്കണം. മറുപടി മതി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് ഇവരൊക്കെ ഇത് ബോധമില്ലാതെ തന്നെ എഴുതുന്നത്. കാര്യം എഴുതി കഴിയുമ്പോണ്ടല്ലോ ഇത് ബാക്കിയുള്ളവർക്ക് തെറ്റിദ്ധരിക്കുകയാണ്. സുന്നികളാണ് നിങ്ങൾ പറഞ്ഞത് സുന്നികൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നാ പറഞ്ഞത്. ഈ പണ്ഡിതന്മാർ ഇതിന് ഉത്തരവാദിയല്ലേ? അല്ലേ? കാരണം തരുമോ? ഞാൻ അവിടെ ചോദിച്ചു, മമ്മൂട്ടി മുസ്ലിം മറുപടിയും പറഞ്ഞു. ആ മറുപടി ശരിയാണ്. ആ വിഷയത്തില് ഹാഫിദുൽ റഹബി സീറോ അലാമിൻ നുബലയിൽ ഉദ്ധരിച്ച മുഹമ്മദുൽ മുൻകദിന്റെ ഒരു വിഷയം, ആ വിഷയം നിങ്ങൾ വിചാരിക്കുന്ന ഇസ്തിഗാസന്നല്ല, നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. റഹബിക്കും അല്ല മുഹമ്മദുൽ മുൻകദിനും അല്ല. ഒന്നും സംഭവം സ്വഹിയല്ല, സ്ഥിരപ്പെട്ടതല്ല. അത് അവിടെ തന്നെ പ്രത്യേകം പറഞ്ഞു തരികയും ചെയ്തു. എന്നെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞ് അവിടെ ഇങ്ങനെ യഅ്ഖൂബ് തമീമി എന്ന റാവിയുണ്ട് എന്നും അത് ശരിയല്ല എന്നും അന്നാ സ്റ്റേജിൽ പറഞ്ഞു. ആ മറുപടി ക്ലിയറാണ്, കൃത്യമാണ്, നമുക്കൊരു പക്ഷപാതമൊന്നുമില്ല. അതേസമയം സമസ്തക്കാരും മുജാഹിദും തർക്കമുള്ള ഇസ്തിഗാസയാണോ? അവിടെ അല്ല, അങ്ങനത്തെ വിഷയം അവിടെ ഇല്ല. അവിടെ നബിനോട് പോയി സഹായം തേടുന്നില്ല. നബിയോട് തേടുന്നല്ല, നബിയുടെ കബറിങ്ങൾ പോയി എന്ത് ചെയ്യുന്നു? ഞാൻ ഇസ്തിഗാസ നടത്തുന്നത്. എന്താ? അവിടെ പോയി നിൽക്കുന്നു, അപ്പോൾ ആശ്വാസം കിട്ടുന്നു. അല്ല നബിനോട് തേടുന്ന വേണ്ടോ? ആ ഇസ്തിഗാസ. അതുകൊണ്ട് തന്നെ റഹബി ഇത് ഉദ്ധരിച്ച റഹബി ഇസ്തിഗാസ അംഗീകരിച്ചാണോ എതിർത്താണോ? ഇത് അംഗീകരിച്ച റഹബി അന്ന് ആ മറുപടിക്ക് മമ്മൂട്ടി മുസ്ലിയാർ മറുപടിക്ക് ശേഷം എഴുന്നേറ്റുന്ന അനീഫ് കായ്പടി പ്രത്യേകം പറയുകയും ചെയ്തു. സുന്നാള് പണ്ട് പറയുന്നുണ്ട്, റഹബിന്റെ പേര് പറഞ്ഞാൽ റഹബിയുടെ കാര്യം റഹാബാണെന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് കായ്പടി എന്ന് പറഞ്ഞത്. ഇതൊക്കെ ക്ലിയറാണ്. അതിലൊന്നും ഞങ്ങളും കായ്പടി തർക്കുന്നില്ല, മറ്റൊക്കെ പ്രശ്നമുള്ളൂ. അപ്പൊ അവിടെ പറഞ്ഞ മറുപടി കറക്റ്റിന് പ്രത്യേകം എല്ലാ മുഖാപത്തിലും വന്നിട്ട് ഒരേ ചോദ്യം പ്രത്യേകം ചോദിച്ച് സമയം കണ്ട. അപ്പൊ റഹബി ഒരിക്കലും നിങ്ങൾ ഇസ്തിഗാസ പഠിപ്പിച്ച ആളുമല്ല, അത് എതിർത്ത ആളാണ്. ആ ഇസ്തിഗാസ പറ്റൂല പറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് റഹബി നിങ്ങൾക്ക് സ്വീകാരനാവാത്തത്. അങ്ങനാട് സംവാദം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടെങ്കിൽ അങ്ങനാട് സംവാദത്തിൽ റഹബിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദ്യം വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഹാഫിദ് ഇബ്നു ഹജർ സംസം വെള്ളം കുടിച്ചിട്ട് റഹബിയെ പോലെ മെമ്മറി തന്നെ പ്രാർത്ഥിച്ച ആളാണ്. അത് നിങ്ങൾക്ക് കിട്ടിയത് എന്റെ വാക്കുന്ന സംവാദത്തിൽ
അഖിലാട് സംവാദത്തിൽ ഞാൻ പറഞ്ഞ വാചകം ഞാൻ ആ മുഖാവൻ കേട്ടപ്പോൾ വിചാരിച്ചു അയാൾ എന്റെ കേട്ടിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ അല്ലെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ, അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ആ വഹാബിയെ അവിടെ ഉദ്ധരിച്ചപ്പോൾ അന്ന് ഒരു പറഞ്ഞ എന്താ, വഹാബി സ്വീകാര്യമല്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, അപ്പോഴേ പറഞ്ഞത് അസ്കദാനി ദുആ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പൊ ഉദാഹരണം എന്താ അറിയോ, അയാൾ അങ്ങനെ ദുആ ചെയ്തതുകൊണ്ട് മാത്രമേ സ്വീകാര്യനാവൂതല്ലോ എന്നാണ്. ആ സംവാദം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണും, സഖാഫിയുടെ പറഞ്ഞതാണ്. അസ്കദാനി അങ്ങനെ ദുആയെന്ന് വിചാരിക്കാം, എന്നാലും അത് വഹാബി വലിയ ആളെന്നാവും. എന്തൊരു പ്രത്യേകം എടുത്ത് പറഞ്ഞു. ചിലപ്പോൾ അമുസ്ലിങ്ങളായ ആളുകൾ, ഒരു ഉദാഹരണം പറഞ്ഞു വന്നു, എന്തോ ഒരു രാമനോ എന്തോ പേരും പറഞ്ഞു. ഒരു അമുസ്ലിമായ ഒരാള്, അയാൾ നല്ല മനുഷ്യനാ, അയാൾക്ക് ഭയങ്കര മെമ്മോറിയാ, ആ മെമ്മോറി എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ആളാന്ന് വരുമോ എന്ന് വരെ എന്ന് സഖാഫി പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദഹാബിനെ സ്വീകാരനായി മാറാത്തത്? ദഹാബി ഇസ്തിഗാസ പറ്റുക എന്നുള്ളതാണ്. ഈ സംഭവം ഉദ്ധരിച്ച ദഹാബി ഇസ്തിഗാസ പറ്റുക പഠിപ്പിക്കുന്നത്. അപ്പൊ ദഹാബി കുറ്റക്കാരനല്ല. ദഹാബി ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ മുഹമ്മദിന് മുൻകത് ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വേറെ കാര്യം, ദുർബലമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പണ്ട് ഈ യായ്ബാദൊക്കെ പറയുമ്പോൾ പറയും സ്വഹീഹ് ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ സംഭവം ഇല്ല, ദുർബലമാണ്. ഇനി അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക ദഹാബി ഉദ്ധരിച്ചത്. അപ്പൊ ദഹാബി ശിർക്ക് പറയണ്ടേ, നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസ ഇബ്നു മുൻകദിർ ഉദ്ധരിച്ചിട്ടേ ഇല്ല, ഉദ്ദേശിച്ചിട്ടില്ല. മുഹമ്മദ് മുൻകദിറിന്റെ വിശ്വാസം പറഞ്ഞെടുത്തു, അദ്ദേഹത്തിന് അഖീദ പറഞ്ഞെടുത്തു. എവിടെയും മുഹമ്മദ് മുൻകദിർ അറിയപ്പെടാത്ത ആളൊന്നുമില്ലല്ലോ. നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞല്ലോ ബുഖാരിയിൽ എത്ര സനദിലുണ്ട്, മുസ്ലിം എത്ര സനദിലുണ്ട് നോക്കി നിങ്ങളെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അറിയപ്പെട്ട മുഹമ്മദ് മുൻകദിന്റെ എല്ലാ താരീഖും ലഭ്യമായിട്ട് എവിടെയെങ്കിലും അദ്ദേഹത്തെ അഖീദ പറഞ്ഞപ്പോ ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യാന്ന് പഠിപ്പിച്ചത് ഒന്നുമില്ലല്ലോ. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഈ ഒരു വിഷയം ദുർബലമായ പരമ്പരയിൽ അവിടെ വരുന്നു. അതും നമ്മൾ തമ്മിൽ തർക്കള ഇസ്തിഗാസയോ ആ നിൽക്കുന്ന സഹായാർത്ഥനയോ എവിടുന്ന് പിടിച്ചാലും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഇടപെടുന്ന വിശ്വാസമോ അതൊന്നും അവരാരും പഠിപ്പിച്ചിട്ടില്ല. അവിടെ മുഹമ്മദ് മുൻകദിന്റെ പേര് എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസക്ക് ന്യായം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ന്യായമല്ല എന്ന് അവിടെ പറഞ്ഞു തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അപ്പൊ അതിന് വീണ്ടും ഇനി പഠിച്ചിട്ടുണ്ട് അവിടെയും പോയി ചോദിക്കേണ്ടത് ഇതന്നെ മതി. എല്ലാ മുഖാവത്തിലും പോയി ഇങ്ങനെ ചോദിച്ചിട്ട് ഒരേ ചോദ്യം ഒരേ ഉത്തരം. അപ്പൊ ചോദിക്കാൻ വേണ്ടി മാത്രം ചോദിക്കാന്നുള്ളത് നല്ല സ്വഭാവമല്ല. കാര്യം ചോദിച്ചു, ഉത്തരം കിട്ടി, ശരി, ആ ഉത്തരങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അത് വേറെ കാര്യം. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, ഈ ആഴ്ച ചോദിച്ചു, അടുത്ത ആഴ്ച ഇനി ചോദിക്കാം, അതെങ്ങനെ കാലാകാലം ഒരു ചോദ്യം പോയി നടക്കാന്നുണ്ടെങ്കിൽ അത്രയും മര്യാദയല്ലല്ലോ, ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. നിങ്ങൾ ഹാക്കിം തങ്ങൾ മുസ്തദഖിലെ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു, ഹാക്കിം തങ്ങൾ ദഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ ഇസ്നാദ് സ്വഹീഹാണെന്നാണ് ഹാക്കിം തങ്ങൾ ഇത്തിമയം പറഞ്ഞേക്കുന്നത്. ഹാക്കിം തങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ്. എന്നാലും സ്വഹീഹല്ല, എന്നാലും സ്വഹീഹല്ല അതവിടെയും പറഞ്ഞത്. ഹാക്കിം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സ്വഹീഹല്ല. കാരണം ഇമാം ഹാക്കിം മുതസാഹിലാണ്, അഹ്ലുസുന്ന അംഗീകരിച്ച വിഷയമാണ്. അഹ്ലുസുന്നക്ക് അംഗീകാരമുണ്ട്. തസ്ഹീഹ് തദ്ഈഫിന്റെ വിഷയത്തിൽ ഇമാം ഹാക്കിം മുതസാഹിലാണ്. രണ്ട്, ഇമാം ഹാക്കിമിന് അൽ മുസ്തദർക്ക് സ്വഹീഹ് എന്ന കിതാബിലാണ് വന്നത്. അൽ മുസ്തദർക്ക് എന്ന കിതാബ് ഇമാം ഹാക്കിം രചിക്കാൻ ആരംഭിക്കുന്നത് 70 വയസ്സിന് ശേഷമാണ്. 70 വയസ്സിന് ശേഷമാണ് ഇമാം ഹാക്കിം ആ കിതാബിന്റെ രചന ആരംഭിക്കുന്നത്. സ്വാഭാവികമായി ഇമാം ഹാക്കിമിന് 70 വയസ്സിന് ശേഷം ഓർമ്മ സംഭവിച്ചിട്ടുണ്ട്, അതിന് മെമ്മറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കിതാബിൽ ഒരു ഭാഗത്ത് സ്വഹീഹ് എന്ന് പറഞ്ഞത്, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ദഈഫ് പറഞ്ഞ അപ്പുറത്ത് അദ്ദേഹം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോധപൂർവമല്ല, അല്ല അദ്ദേഹം കുറ്റക്കാരല്ല, അദ്ദേഹം അതിനും കൂടി കിട്ടും, ഗവേഷണമാണ്, തെറ്റുപറ്റിയ കൂടി കിട്ടും. അതുകൊണ്ടാണ് ഇമാം ഹാക്കിമിനെ മുസ്തദറക്കിൽ ഹാക്കിം മാത്രം ഒരു കാര്യം സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹായി അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. അതിന് പിന്നെ ശേഷമുള്ള പണ്ഡിതന്മാർ പരിശോധന നടത്തണം. അങ്ങനെയാണ് ഇമാം ഹാക്കിമിനെ മുസ്തദറക്ക് പിന്നീട് പരിശോധിച്ചത്. ആ പരിശോധനയിലാണ് ഇമാം ദഹബിയാണ് ചെയ്തത്. ഇമാം ദഹബിയാണ് ഹാക്കിമിന്റെ മുസ്തദറക്ക് പരിശോധിച്ചത്. അങ്ങനെ ഇമാം ദഹബി അതിന് തൈലൂടെ അത് എഴുതി. അതിന് ഇമാം ദഹബി കൂടി എന്ത് പറഞ്ഞു അതാണ് പിന്നെ പരിഗണിക്കുക. അതുകൊണ്ടാണ് സഹഹുൽ ഹാക്കിമു വവാഫഖഹു ദഹബി എന്നാണ് കാണുക, അല്ലെങ്കിൽ സഹഹുൽ ഹാക്കിമു വലൈസ സ്വഹീഹൻ എന്നാണ് കാണുക. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇമാം ഹാക്കിം ഒരു കാര്യം സ്വഹീഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം സ്വഹീഹാവൂല. ഒരാൾ സ്വഹീഹ് എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം സ്വഹീഹാവൂ? സ്വഹീഹ് സ്ഥാപിക്കണം, അത് സ്ഥാപിച്ചിട്ടില്ല. അത് ഈ വിഷയമല്ല, അത് ആദം നബിയുടെ തപസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അവിടെ അതൊന്നും കുഴപ്പമില്ല. ഇമാം ഹാക്കിം സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹസനും സ്വഹീഹല്ല. ഇമാം ഹാക്കിം ദഈഫല്ല, എല്ലാ സാധനവും ദഈഫുമല്ല. ഇമാം ഹാക്കിമിന് അവിടെ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവി ഹദീസ് റിപ്പോർട്ടിലുണ്ട്. അതിന്റെ തവസ്സുൽ എന്ന വിഷയത്തിൽ അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവി, ഞാൻ അവിടെ പറഞ്ഞ വാചകതാണ് അങ്ങനെയാണ് സംഭവത്തിൽ. അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലം എന്ന റാവിയുണ്ട്. ആ റാവി വഴിക്കാണ് സംഭവം വരുന്നത്. അതേ റാവിയെ പറ്റി ഇമാം ഹാക്കിം അതേ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഹുവ വ അബൂഹു ദഈഫാനി.
അദ്ദേഹവും അതിന് വാപ്പയും ദുർബലന്മാരാണ് എന്ന് അതേ ഹാക്കിം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഹാക്കിം തന്നെയാണ് ആ അബ്ദുറഹ്മാൻ സയ്യിദ് ഇബ്നു അസ്ലമിന്റെ അതേ പരമ്പരയിൽ ഈ ഹദീസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് ഹാക്കിം പറഞ്ഞത്, ഹാക്കിമിന്റെ കിതാബിൽ തന്നെ അതിനെതിരായ പരാമർശമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പൊ അതിനെല്ലാം തന്നെ ഒന്നുകൂടെ മനസ്സ് വെച്ച് സ്വസ്ഥമായി അത് കേട്ടാൽ ആ ഭാഗം ക്ലിയർ ആവും. ശരി, കാരണം ചോദിച്ചോട്ടെ, അദ്ദേഹം കുറഞ്ഞ കാത്തിട്ട്. ഞാൻ നദൂർനഗർ സ്വദേശിയാണ്. കുഞ്ഞുമൊയ്തീൻ എന്നതിൻ്റെ പേര്. സൂറത്തുൽ ജിന്നിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അതായത് ആണുങ്ങളായിട്ടുള്ള മനുഷ്യർ ആണുങ്ങളായിട്ടുള്ള ജിന്നുകളോട് സഹായം തേടാറുണ്ട്, അങ്ങനെ അവരുടെ അഹങ്കാരം വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ആ ചോദ്യം ശരിയല്ല, അവരോട് സഹായം ചോദിക്കുന്നത് ശരിയല്ല എന്നൊരു ധ്വനിയല്ലേ രക്ഷിതാവിൻ്റെ വാചകങ്ങളിൽ നേരിട്ട് നിൽക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. അതെ, തീർച്ചയായും ആ ചോദ്യം ശരിയല്ല. ആ ചോദ്യം ശിർക്കാണ്. ആ ചോദ്യം ശിർക്കാണ്. വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പണിയാണ്. അവർ ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ ചില പ്രത്യേകമായ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ജിന്നുകളുടെ കേന്ദ്രമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവിടത്തും അവർ പറയും, അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ പ്രദേശത്തെ ജിന്നുകളുടെ നേതാവിനോട് ഞാൻ അഭയം തേടുന്നു എന്നവർ പറയും. ചില റിപ്പോർട്ടിൽ എന്റെ സമ്പത്തിനോ എന്റെ മക്കൾക്കോ എന്റെ കാലികൾക്കോ വല്ല വിപത്തും വരുന്നതില്ലെന്ന് ഞങ്ങൾക്ക് ആവല തേടുന്നു എന്ന് പറയുമെന്നും അതിൽ തഫ്സീറിൽ ഇബ്നു കസീർ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ സഹായാത്ര തെറ്റാണ്, അത് ശിർക്കാണ്, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ പ്രായം മാനിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ വന്ന് പ്രസംഗിച്ചു പോണ പല ആളുകളുടെയും വിശകലനത്തിൽ നിന്ന് താങ്കളെപ്പോലുള്ള പല മാന്യന്മാരായ ആളുകളും ധരിച്ചു വെച്ച ധാരണയാണ് നമ്മൾക്ക് ജിന്നോട് തേടാന്ന് പറയുന്നവരാണ്, തേടിയ കുഴപ്പമില്ല പറഞ്ഞവർക്ക്. അതൊക്കെ ഞാൻ നേരത്തെ എന്റെ വിശ്വാസത്തിൽ പറഞ്ഞു. ആ പറയുന്നവരൊക്കെ ശുദ്ധ കളവ് പ്രചരിപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ഈ ഇസ്തിആനത്ത്, ഈ സഹായാർത്ഥന, ഈ അഭയതേട്ടം അത് ശിർക്ക് തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രസംഗിക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളൊക്കെ ഈ വിഷയം. എന്നിട്ടും ചില മനുഷ്യന്മാർ വെറുതെ സ്റ്റേജിൽ കേട്ട് ഒരു ജിന്നവാദിയാണ്, ജിന്നെ വിളിച്ചാൽ പ്രസംഗം പറയുന്നവരാണ്, ജിന്നോട് സഹായം കളാൻ പറയുന്നവരാണ് പറയുന്നുണ്ടെങ്കിൽ അത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എനിക്ക് ബോധ്യമുണ്ട്, അത് പ്രസംഗിക്കുന്ന ഹനീഫ് കായ കൂടി, അത് പ്രസംഗിക്കുന്ന അനസ് മൗലവി അടക്കമുള്ള ആളുകളെ നാളെ മഹ്ശറിൽ ഞങ്ങൾ പരാതി പറയും അവർക്കെതിരെ. റബ്ബിനോട് പറയും, റബ്ബെ ഞങ്ങളെ പറ്റി ഇല്ലാത്തത്. നൂറുകണക്കിന് വേദികളിൽ ആയിരക്കണക്കിനായ മനുഷ്യന്മാരെ, സാധുക്കളായ സാധാരണക്കാരന് സ്വാർത്ഥരായ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞവരാണ് ഇവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് തിരിച്ചു കിട്ടണമെന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പറയും. അവരെ ഹസനത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങും. ഞങ്ങളെ സയ്യത്ത്, ഞങ്ങൾ തിന്മകൾ അവർക്ക് കൊടുക്കേണ്ടി വരും റസൂൽ പഠിപ്പിച്ച ഹദീസ് പ്രകാരം. അപ്പൊ അങ്ങനത്തെ ധാരണ ഇല്ല. ഈ പറഞ്ഞ ഇസ്തിആനത്ത് ശിർക്ക് തന്നെയാണ്. അതൊരിക്കലും ചെയ്യാവതല്ല, ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ വകുപ്പേ ഇസ്ലാമിൽ ഇല്ല. ഒരു ഇസ്തിആനത്തും പാടില്ല. ജിന്നോടുള്ള ഒരു ബന്ധവും ഒരു ഇടപാടും ഒരു സഹായത്തിനും ഒരർത്ഥത്തിലും ഈ ഇസ്തിആനത്തൊന്നുമില്ല, ഇബാദത്തുമില്ല, ദുആഇല്ല, ഒന്നുമില്ല. വെറുതൊരു ബന്ധമാണെങ്കിൽ അതുപോലും പാടില്ല. വെറുതൊരു ബന്ധം, പ്രാർത്ഥിക്കാൻ പോണില്ല, സഹായം തോന്നാൻ പോണില്ല, ജിന്നോട് ചെറിയ ചെറിയ ഇടപാടുകൾ നടത്തുക, അതുപോലും പാടില്ല. അതെല്ലാം നിഷിദ്ധമാണ്, എല്ലാം ഹറാമാണ്. ദുആ ആണോ ഇബാദത്താണോ എങ്കിൽ ശിർക്കാണ്. ദുആ ആണ്, ഇബാദത്താണ്, അബൗദിയെ കൽപ്പിച്ചുകൊണ്ടാണോ ശിർക്കാണ്. അതൊന്നുമല്ല, കേവലമായ ചില ഇടപാടും ബന്ധമാണോ അതുപോലും നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തും സമാനമായ ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു അടുത്താണ് മേഖലകളുണ്ട്. അതോട് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. അത് പോണ്ട, അത് കഴിഞ്ഞാൽ വേറെ ആളില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലാജിദ് എന്നാണ്. എൻ്റെ സ്വദേശം വടുതല തന്നെയാണ്. വിശ്വാസവും അന്ധവിശ്വാസവും എന്ന ഈ ടോപ്പിക്ക് വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് വെച്ചിട്ട് മുഖാമുഖം നടത്തിയ ഈ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 1-ാം തീയതി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ വീട്ടിലെ അയൽവാസികളുമായി എനിക്ക് കാര്യമായ യാതൊരു പ്രയാസവും
ഉണ്ടായിരുന്നില്ല. എന്നാൽ 1-ാം തീയതി അവർ വന്നിട്ട് അവരുടെ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതിന് കാരണം എൻ്റെ മാതാവ് അവർക്കെതിരെ സിഹിർ ചെയ്യുന്നു എന്നാണ് ഒരു ആരോപണം. വളരെയധികം മോശമായ ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മാതാവിനോട് സംസാരിച്ചത്. അതിനുശേഷം ഞാൻ വന്നപ്പോൾ എൻ്റെ അയൽവാസികളായ 2 പേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ സിഹിർ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ പിതാവിന് മാനസിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസങ്ങൾ, വളരെയധികം വൈകാരികമായിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് അതിനുശേഷം അത് ഒരുപാട് തെളിവുകളൊക്കെ, വ്യാജമായ തെളിവുകൾ, ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം എൻ്റെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊക്കെ വ്യാജമായ തെളിവുകളെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പിതാവ് ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷം ആവാറായി, ഇപ്പോൾ 30 വർഷം മുമ്പ് അവർക്കത് സിഹിർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അവർക്ക് തെളിവ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർ പറയുന്നത് എന്നെ സഫ്വാൻ എന്ന് പറയുന്ന പൂച്ചാക്കലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോകാം, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ സഫ്വാൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം എനിക്കില്ല. അതുപോലെ തന്നെ വേറെ എൻ്റെ 1-2 സുഹൃത്ത്, ഷിജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ആ ഷിജു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അറിവുകളല്ലാതെ അവന് യാതൊരു അറിവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിത് ശരിക്കും ഞാൻ ഒരു സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. പിന്നെ അതിനുശേഷം എൻ്റെ അയൽവാസികൾ മുഖേന തന്നെയാണ് ഞാൻ ഈ KNM-യുമായിട്ട് ബന്ധപ്പെടുന്നതും KNM-ന്റെ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ. പിന്നെ ഈ സുഹൃത്തുക്കളെല്ലാം ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഒരു വീട്ടിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവർ വീട്ടിൽ ഭയങ്കര ശബ്ദത്തിൽ എല്ലാ ദിവസവും, അപ്പൊ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് ഇത് ചിന്തിക്കുന്നത്. ഭയങ്കര സൗണ്ടിലാണ് ഇങ്ങനെ ഖുറാനൊക്കെ വെക്കുന്നത്. ഖുറാൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, നല്ല കാര്യം അൽഹംദുലില്ലാ. പക്ഷെ ഇങ്ങനെ സൗണ്ടിൽ ഖുറാനൊക്കെ വെക്കേണ്ടതുണ്ടോ? അതുപോലെ എൻ്റെ കസിൻസിനോട് ഇവർ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ ജിന്ന് ഹാജരാക്കി, അതെനിക്ക് വ്യക്തമായ തെളിവില്ല, ജിന്ന് ഹാജരാക്കി, അതിന് സഫ്വാൻ കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവർ വീടിന്റെ ടൈൽസിന്റെ ഉള്ളിൽ നിന്ന് എന്തോ തകിടൊക്കെ അവർക്ക് കിട്ടി. പിന്നെ പോലീസ്, ഞാൻ എന്തായാലും എൻ്റെ മാതാവിന് പ്രൊട്ടക്ഷൻ വേണ്ടി പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കേസുമായിട്ടൊന്നും പോയില്ല, കാരണം എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ മാതാവ് വളരെയധികം മാനസികമായി വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇതൊരു നിരപരാധിയായ ഒരു വ്യക്തിയാണ് എൻ്റെ മാതാവ്. കാരണം ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടേ ഇല്ല. ഇവർ പറഞ്ഞു മോഷണം ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചു, അയൽവാസികളിൽ നിന്ന് മോഷണമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും അയൽവാസികൾക്ക് അറിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തായാലും ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ സാഹിബ് ഇപ്പൊ പറഞ്ഞു, ഈ പരലോകത്ത് അനസ് മൗലവിയെയും പിന്നെ അതുപോലെ ഹനീഫ് കായക്കുടിയെയും മൗലവിയൊക്കെ കാണുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പരലോകത്തേക്ക് വെച്ചിരിക്കുന്ന വിഷയമാണിത്. ഇതിനെ അസുഖമാക്കി ഞാൻ പ്രാദേശികമായ ആളുകളൊക്കെ ചോദിച്ചു, അവർക്കൊന്നും വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇവിടുത്തെ നമ്മൾ സഹോദരൻ ഹാരിസിനോട് ചോദിച്ചു, പിന്നെ അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു, പക്ഷെ എനിക്കൊരു വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇതൊരു നല്ല വേദിയാണ്, എനിക്ക് ആധികാരികമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്കളുടെ മാതാവ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ഗൗരവമേറിയ ആരോപണമാണ്. ഇൻഷാ അല്ലാഹ് അത് അവർ വന്ന് പൊരുത്തപ്പെടിച്ച് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ പരലോകത്ത് അവർക്ക് കുറ്റത്തിൽ നിന്ന് മുക്തമാകാം. അല്ലാത്ത കാലത്തോളം തീർച്ചയായും പരലോകത്ത് അതിന്റെ പുണ്യം തിരിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. കാരണം ഒരു വിശ്വാസിയെയും നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ആ വിശ്വാസി ആ വിഷമം വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അവൻ അത് പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത കാലത്തോളം നാളെ പരലോകത്ത് വെച്ച് അത് തീർക്കേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ ഇടപാടുകളും ഈ ദുനിയാവിൽ വെച്ച് തീർത്തുകൊള്ളുക. കാരണം പരലോകത്ത് ദീനാറോ ദിർഹമോ ഇല്ല, അവിടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മർദ്ദിതൻ അവന്റെ തിന്മകൾ മർദ്ദിച്ചവന്റെ പേരിലേക്ക് കെട്ടിവെക്കും, മർദ്ദിച്ചവന്റെ നന്മകൾ മർദ്ദിതനും തിരിച്ചു കൊടുക്കപ്പെടും. അങ്ങനെ അവസാനം എല്ലാ നന്മയും നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നവരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കളുടെ മാതാവ് നിരപരാധിയാണെങ്കിൽ തീർച്ചയായും ഈ ആരോപണം സഹിക്കാൻ കഴിയില്ല, വലിയ വിഷമമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളോട് ദുആ ചെയ്യുക, അതിന് ഹക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക. കേസ് കൊടുക്കുക, അതിനെ വിടുക. ആരായാലും കേസുമായി മുന്നോട്ട് പോകുക, അവ ബോധ്യപ്പെടും. ചിലപ്പോൾ സിഹറുമില്ല, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആളെ
പൊട്ടിസാക്കാൻ വേണ്ടി അവർ തന്നെയും വല്ല പണിയും ഒപ്പിച്ചിട്ടുണ്ടാവാം. അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്താണെങ്കിലും ഒന്ന് നിയമ നടപടിയുമായി പോവുക, അത് കേസ് കൊടുക്കുക, പിന്നാലെ തന്നെ പോവുക. അതാരാണെങ്കിലും അവരെ പിടിക്കപ്പെടട്ടെ, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ഒരു വിഷയം മറയാക്കിക്കൊണ്ട് സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയണോ? വേണ്ട, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. സിഹിറിൽ ഉപയോഗിക്കുന്നത് പിശാചിനെ തന്നെയാണ്. ഒരാൾ സിഹിർ ചെയ്യുന്നുവെങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് ശൈത്താനെ തന്നെയാണ്. സിഹിറാകുന്നത് പിശാചുമായി ബന്ധിക്കുമ്പോഴാണ്. KNMന്റെ പാഠപുസ്തകത്തിൽ 4ാം ക്ലാസ് സ്വഭാവ പാഠത്തിൽ ഇപ്പൊ ഈ മാസം കൂടി പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിശാച് സേവയിലൂടെ നടത്തുന്ന ഗൂഢ പ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത്. അടുത്ത മാസം മുതൽ ആ പുസ്തകം പിൻവലിച്ച് മടവൂർ വിഭാഗത്തിലെ പുസ്തകം കയറ്റാൻ പോവുകയാണ്. അതിന് പകരം ഇപ്പോഴത്തെ ബുക്കിലുണ്ട് 4ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിപ്പിക്കുന്ന സ്വഭാവ പാഠം എന്ന പുസ്തകത്തിൽ സിഹിർ എന്ന അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ ആദ്യ വരി അതാണ്, പിശാച് സേവയിലൂടെ ചെയ്യുന്ന ചില ഗൂഢ പ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത്. അപ്പൊ സിഹിർ ചെയ്യുമ്പോൾ സാഹിറിനെ ശൈത്താൻ സഹായിച്ചേക്കാം. അത് അബോധികമായ സഹായമല്ല. ശൈത്താനെ കൊണ്ട് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുക അതവൻ ചെയ്തു കൊടുക്കും. എന്തിനാണ് ശൈത്താൻ സഹായിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് സഹായമല്ല, ഉപദ്രവമാണ്. കാരണം ശൈത്താന്റെ ഉദ്ദേശം ഒന്ന് ഇവനെ ശിർക്കിലേക്ക് എത്തിക്കുക എന്നാണ്. ഈ മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കുക, ഇവന്റെ തൗഹീദ് പഠിപ്പിക്കുക, അവൻ നരകത്തിലേക്ക് എത്തിക്കുക, അതാണ് ശൈത്താന്റെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി ശൈത്താന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്ന ആളാണ് സാഹിർ. സിഹിർ ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ ഏജൻസിയാണ്. അയാൾ മുസ്ലിം ആവട്ടെ അല്ലാത്തവരാവട്ടെ, തങ്ങളോ ബീവിയോ എന്തോ ആയിക്കോട്ടെ, സിഹിർ ചെയ്യുന്ന ഒരാൾ പിശാചിന്റെ ഏജൻസിയാണ്. നബിതങ്ങൾ പറഞ്ഞു, മൻ സഹറ ഫഖദ് അശ്റക. ആര് സിഹിർ ചെയ്തോ അവൻ ശിർക്ക് ചെയ്തു. സിഹിറാകണമെങ്കിൽ സിഹിർ ചെയ്യുന്ന ആൾ ശിർക്ക് ചെയ്തിരിക്കണം. പിശാചിനെ പൂജിക്കണം, അവനെ പ്രീതിപ്പെടുത്തണം, അവനെ ആരാധിക്കണം, അവന് കൽപ്പനയ്ക്ക് വഴങ്ങണം. അങ്ങനെ അവന്റെ സ്വന്തം ആളായി മാറി അവന്റെ ഏജൻസിയായി മാറുകയാണ് സാഹിർ. അപ്പൊ ഏജന്റിനെ തന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ, ചില സഹായങ്ങൾ, അതാണ് സിഹിറിൽ സംഭവിക്കുന്നത്. അതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമുന അന്നാസ സിഹർ. പിശാചുക്കൾ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു. അപ്പൊ പിശാചുക്കാണ് സിഹിർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉസ്താദുമാർ. ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ട് സൗദി അറേബ്യയുടെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു, അശയാതീനു ഹുമുൽ അസാതിദ. പിശാചുക്കളാണ് ഉസ്താദുമാർ. ശയാതീനുൽ ജിന്നി യുഅല്ലിമൂന ശയാതീനൽ ഇൻസി. ജിന്നിൽപ്പെട്ട ശൈത്താന്മാർ മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ സിഹിർ ചെയ്യുന്ന സാഹിർ ശൈത്താനാണ്, അവനെ സഹായിക്കുന്നതും ശൈത്താനാണ്. ഒന്ന് മനുഷ്യ പിശാച്ച്, മറ്റൊന്ന് ജിന്ന് പിശാച്ച്. അവർ തമ്മിലുള്ള കരാറാണ് സിഹിറിൽ നടക്കുന്നത്. അത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മുഖ്യ ശത്രു എന്ന പുസ്തകം വായിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് വിഷയം കിട്ടും. അതേപോലെ അമാനിമരുടെ ഖുർആൻ പരിഭാഷയിൽ വളരെ വിശദമായി അദ്ദേഹം ഈ വക വിഷയങ്ങൾ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. അതാണ് സിഹിർ സംഭവിക്കുന്നത്. പക്ഷെ സിഹിർ ചെയ്യുന്ന സാഹിറിനെ സഹായിക്കുന്ന ശൈത്താൻ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുക എന്നാണ്. അവിടെ സിഹിർ ചെയ്യുന്നവൻ നരകത്തിലേക്ക് എത്തും, അവൻ ശിർക്ക് ചെയ്യും. 2, അവനെ ഉപയോഗപ്പെടുത്തി ആ നാട്ടുകാർ ശിർക്ക് കൊണ്ടുപോകുക. ഈ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട്. ശൈത്താന്റെ ഏജൻസിയാണ് സിദ്ധന്മാരൊക്കെ, ദേവിമാര്, തങ്ങന്മാര്, ആ വ്യത്യസ്ത പേരിൽ പിന്നെ സിദ്ധവേഷം കിട്ടുമെന്ന് ആരൊക്കെയുണ്ടോ അവരൊക്കെ പിശാചിന്റെ ഏജൻസിയാണ്. ആ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി നാട്ടുകാരെ പരമാവധി ശിർക്കിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അയാളടുത്ത് പോകും, അയാൾ തകിടോ മറ്റോ കൊടുക്കും, തൽക്കാലം സുഖപ്പെടും. കാരണം അയാൾ ശൈത്താന്റെ ഏജൻസിയാണ്. അവിടെ പോയി പറയുമ്പോൾ അയാളും ശൈത്താൻ തമ്മിൽ കരാറുണ്ട്, ഇവൻ ഇവിടെ എത്തി, അവൻ ശിർക്ക് ചെയ്യാൻ തയ്യാറായി, ഇനി അവനെ പ്രയാസപ്പെടുത്തണ്ട, അപ്പൊ തൽക്കാലം ശൈത്താൻ കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് എന്നേക്കുമായി ആയിരിക്കില്ല. ഇവൻ നരകത്തിലേക്ക് എത്തുന്നത് വരെ ആ 2 ഏജന്റുമാർ തമ്മിൽ കരാർ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഈ സിദ്ധൻ അവിടെ ശിർക്കിലേക്കുള്ള ഏജന്റായി മാറും. ഇയാൾക്ക് പിന്നെ അസുഖം വന്നാൽ ഇയാൾ പറയാം, അന്ന് അവിടെ പോയിട്ടാ മാറിയത്, നമുക്ക് അവിടെ പോയി നോക്കാൻ പറയും. അയൽവാസിക്ക് വേറെ പ്രശ്നം വന്നാൽ ഇവൻ പറഞ്ഞു കൊടുക്കും, നീ അവിടെ പോയിക്കോ, അവിടെ സുഖപ്പെടും, എനിക്ക് അവിടെ പോയിട്ടാ സുഖപ്പെട്ടത്, അപ്പൊ അവനും പോകും. അങ്ങനെ ഓരോരുത്തരും പരസ്പരം നെറ്റ്വർക്കായി വർക്ക് ചെയ്ത് ഒരു ഏജന്റിന്റെ പണിയെടുത്ത് ആ നാട്ടുകാരെ പരമാവധി ശിർക്കിലേക്ക് എത്തിക്കാൻ അവിടെ ശ്രമിക്കും. അതാണ് സിഹിർ. ആ സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. ചെയ്തവനും ചെയ്യിച്ചവനും അവൻ നമ്മിൽപ്പെട്ടവനല്ല. നേരത്തെ ഹദീസിൽ ഉദ്ധരിച്ചു, സിഹിർ ചെയ്തവൻ വിശ്വാസിയല്ല. ആർക്ക് വേണ്ടി സിഹിർ ചെയ്തോ അവനും വിശ്വാസിയല്ല.
താങ്കളുടെ മാതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗരവമാണ്, ഇസ്ലാമിന് പുറത്തു പോകാൻ പര്യാപ്തമാണ്. താങ്കളുടെ മാതാവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വലിയ ആരോപണമാണ് താങ്കളുടെ മാതാവിനെതിരെ അവർ ഉന്നയിക്കുന്നത്. അത് ശരിയുമല്ല. ഇനി നിങ്ങൾ സിഹർ ചെയ്തു എന്ന് വന്നാൽ അതിന് മറ്റൊരു സാഹചര്യം പോയി കാണതല്ല അതിനുള്ള പരിഹാര മാർഗം. വേറൊരാളെ പോയി കണ്ട് പ്രതിവിധി തേടതല്ല. 2 പ്രതിവിധിയാണുള്ളത്. 3 പ്രതിവിധിയാണുള്ളത്. 2 നമുക്ക് അനുവദനീയമാണ്, 1 പാടില്ല. 3 പ്രതിവിധി സിഹർ പൊളിക്കാൻ. 1 അതിനേക്കാളും വലിയ സിഹർ അങ്ങോട്ട് ചെയ്യാം. ആള് കാഫിറായി പോകും, നരകത്ത് പോകും, ചിലപ്പോൾ തൽക്കാലം രക്ഷപ്പെടും. കാരണം ഈ ശൈത്താൻ നരകത്ത് പോകാൻ പിടിക്കും, അതിലും വലിയ ശൈത്താനെ പോയി പിടിക്കാം. അവന്റെ ലക്ഷ്യം എന്താണ്? ഇവനെ നരകത്ത് കൊണ്ടുപോകാൻ. ഇവന്റെ ലക്ഷ്യം നരകത്ത് കൊണ്ടുപോകാൻ. അപ്പൊ ഇവന് അതിലും വലിയ ശൈത്താനത്തിൽ എത്തുമ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിന്റെ ലക്ഷ്യം അവൻ നരകത്തേക്ക് എത്തിക്കുന്നതല്ലേ, ഇതാ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അവൻ നരകത്ത് പോകാൻ റെഡിയാണ്, അവിടെ ഇനി അവനെ പ്രയാസപ്പെടുത്തണ്ട. നമ്മളിലെ പാർട്ടിക്കാരൊക്കെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ ഒരു ഇടങ്ങാറുണ്ടെങ്കിൽ നേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിപ്പിക്കും. അപ്പൊ അവിടുന്ന് പോകാൻ നമ്മളെ സ്വന്തം ആളാ, അയാളെ ഇടങ്ങാറാക്കണ്ട, ഓക്കെ എല്ലാം കഴിഞ്ഞു. അതാണ് ഒരു പണി ചെയ്യാൻ പാടില്ല. അതോടുകൂടി അവൻ ശിർക്കിലായി, അവൻ നരകം നിർബന്ധമായി. 2 സിഹർ എങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തകർക്കുക. പക്ഷെ ബോധ്യപ്പെടാൻ നമുക്ക് നിർവാഹമില്ല. ചില ഊഹങ്ങളും ധാരണകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പൊ ഒന്നുകിൽ സിഹർ ചെയ്താൽ സ്വയം സമ്മതിച്ചു, ഞാൻ സിഹർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതും കളവായിരിക്കാം, അതും കളവാകാം, തൽക്കാലം പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് തട്ടിപ്പായിരിക്കാം. അപ്പൊ അത് ഉറപ്പിക്കാൻ നമുക്ക് മാർഗമില്ല. ബോധ്യപ്പെട്ട് തകർത്താൻ മതി. പ്രവാചകർക്കെതിരെ ജൂതന്മാർ സിഹർ ചെയ്തു. അത് എങ്ങനെയാണ്? ഇത് നബിക്ക് അല്ലാഹു തആല വഹീ നൽകി. 2 മലക്കുകളെ പറഞ്ഞയച്ചു. നബി ദുആസം ചെയ്തു എന്ന് പറഞ്ഞു, ഉപയോഗിച്ച വസ്തുക്കൾ പറഞ്ഞു, ഇന്ന കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. സഹാബത്തിനെ പറഞ്ഞു നബിതങ്ങൾ. അവിടെ പോയി തെരഞ്ഞു, കിണറ്റുന്ന വസ്തുക്കൾ കിട്ടി, നശിപ്പിച്ചു. ആ ശല്യം അവസാനിച്ചു. അപ്പൊ കൃത്യമായി ബോധ്യപ്പെട്ട് കിട്ടിയാൽ ആ സിഹറിന്റെ സ്വാധീനമില്ലാതാകും. പക്ഷെ നമുക്കതിന് മാർഗമില്ല. പിന്നെ നമുക്കുള്ള വഴി റബ്ബിലേക്ക് അഭയം തേടുക. കാരണം പിശാച്ചിനെ മറികടക്കാൻ, പിശാച്ചിനേക്കാളും അപ്പുറത്ത് പിശാച്ചിനെ സിട്ടാവിനോട് തേടലാണ് നമുക്കുള്ള മാർഗം. ശൈത്താൻ ഇടങ്ങാറാക്കാൻ വരും, മനുഷ്യൻ ഇടങ്ങാറാക്കാൻ വരികയാണെങ്കിൽ നമ്മൾ നേരെ കാണാൻ പറ്റും. ശൈത്താൻ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ നേരെ കാണാൻ കഴിയില്ല. അപ്പൊ റബ്ബിനോട് കാവലിനെ തേടുക, ശൈത്താനെ ബോധ്യപ്പെടുത്തുക, ഞാൻ ശിർക്ക് ചെയ്യൂല, എന്നെ എന്ത് പ്രയാസപ്പെടുത്താനും പേടില്ല, ശിർക്കിലേക്ക് ഞാനില്ല, തങ്ങളടുത്തേക്ക് ഞാനില്ല, സാഹിറിന്റെ മുമ്പിലേക്ക് ഞാനില്ല, ബീവിയെ കാണാൻ ഞാനില്ല, ദർഗയിലേക്ക് ഞാനില്ല, ഏരസ് കെട്ടാനും നൂല് കെട്ടാനും ഞാനില്ല, ദുർമന്ത്രവാദങ്ങൾക്ക് ഞാനില്ല, മന്ത്രവാദിയുടെ മുമ്പിലേക്ക് ഞാനില്ല. അത് ശൈത്താനെ ബോധ്യപ്പെടുത്തുക. ശൈത്താന്റെ ആവശ്യം ഇവരെ നരകത്ത് കൊണ്ടുവരാം. അതില്ലാന്ന് ഉറപ്പോ തൗഹീദ് ഉറപ്പിക്കാം, തവക്കുൽ ഉറപ്പിക്കാം, ഈമാൻ ഉറപ്പിക്കാം, റബ്ബിനോട് കാവലിനെ തേടുക. ആയത്തുൽ കുർസി ഓതാം, ഫാത്തിഹ ഓതാം, അതേപോലെ ആമിന റസൂൽ ഓതാം, സൂത്തുൽ ഇഖ്ലാസ്, സൂത്തുൽ ഫലഖ്, സൂത്തുൽ നാസ് ഒക്കെ ഓതാം. ഹദീസിൽ വന്ന വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഔദു ബികലിമാത്തില്ലാഹി തആമ്മാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. സമാനമായ വ്യത്യസ്ത പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന ഒക്കെ നിർവഹിക്കാം. ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ശൈത്താൻ അവൻ പ്രയാസപ്പെടും. അവൻ ഒരിക്കലും ഇവൻ റബ്ബുമായി അടുക്കുമ്പോൾ അവൻ സഹിക്കാൻ കഴിയില്ല. അവസാനം പരാജയപ്പെട്ട് അവൻ പിന്മാറിപ്പോകും. റബ്ബിലേക്ക് അഭയം തേടുമ്പോൾ പിശാച് പരാജയപ്പെട്ട് പിന്മാറിപ്പോകുന്നു. മറ്റൊരു ശൈത്താനിലേക്ക് പോകുമ്പോൾ പിശാചിനെ പ്രീതിപ്പെടുത്തി അവരെ തൽക്കാലം ഒഴിവാക്കുന്നു. നാട്ടിൽ നടക്കുന്നത് ആ വഴിയാണ്. എന്തോ വന്നാൽ ഉടനെ പോവാ, അവിടെ ബീവി, ഇവിടെ തങ്ങൾ, അവിടെ ഒരു മന്ത്രവാദി, അപ്പുറത്തെ സിദ്ധൻ, അവിടെ ചെല്ലാന്ന് പറയാം. അപ്പൊ ശൈത്താന് തൃപ്തിയായി തന്റെ ഏജന്റിന്റെ മുമ്പിലേക്ക് ഇവൻ എത്തി. ഇവൻ തന്റെ ലിങ്കിൽ മെമ്പറായി കിട്ടി. ഇനി അവനെ നരകത്തിലേക്ക് എത്തിക്കാം. അപ്പൊ ശൈത്താനെ പ്രീതിപ്പെടുത്തി അവനെ ശല്യം ഒഴിപ്പിക്കുന്നു. അതാണ് നാട്ടിൽ നടക്കുന്നത്. അത് ശിർക്കാണ്. റബ്ബിനെ പ്രീതിപ്പെടുത്തി ശൈത്താനെ പ്രയാസപ്പെടുത്തി ശൈത്താൻ പരാജയപ്പെട്ട് പിന്മാറിപ്പോകണം. അതാണ് വേണ്ടത്. അതിനാണ് മുഅവ്വിദാത്ത്, അഭയം തേടലുകൾ. അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗമൊക്കെ സ്വീകരിക്കാം. അതാർക്കും സ്വീകരിക്കാം. സംഭവിച്ച ആൾക്കും പറ്റും. അയാൾ ഉമ്മ, വാപ്പ, ജ്യേഷ്ഠന്മാർ, അയ്യന്മാർ, മക്കളാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ മന്ത്രങ്ങൾ ഉരുവിട്ടു കൊടുക്കാം. അതാണ് അത് ചെയ്യേണ്ട മാർഗം. അല്ലാഹു പറഞ്ഞു. ശരി, ഓക്കെ ഉണ്ടോ? അവിടെ മറ്റാൾ ചോദിക്കാണ്ട് ചോദിച്ചിട്ട് അവിടെ വന്നിരുന്ന ഒരാളുണ്ട്. എന്റെ കസിനാണ്. ഇദ്ദേഹത്തോട് ഇതിനെ കണക്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെക്കാൾ നന്നായിട്ട് ഇവരോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. സംസാരിക്കാൻ അവസരം കൊടുക്കണം. എന്റെ പേര് ഷാനവാസ്, ഞാൻ മടുതലുള്ളതാണ്. ഈ ഒരു മനുഷ്യന് ജിന്നി ഹാജറാത്താണത് എങ്ങനെയാണ്? അയാള് ശിർക്ക് ഈ സിഗർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. സിഗർ ബാത്തിലാക്കാൻ 3 മാർഗം. ഒന്ന്, മറ്റൊരു ശൈത്താനെ പ്രീതിപ്പെടുത്തുക, ചെയ്യാൻ പാടില്ല, ശിർക്കാണ്. 2, റബ്ബിനോട് കാവലിനെ തേടുക. അപ്പൊ ഈ ജിന്ന് സഹിക്കവയ്യാതെ അവൻ ശല്യം ഒഴിവാക്കി പോകും.
അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പറഞ്ഞത് ജിന്ന് ഹാദറാത്താണ് വിഷയം. അതിനെ പറഞ്ഞത് എങ്ങനെയാണ് ഈ മനുഷ്യന് ജിന്ന് ഹാദറാത്താവും? ഹാദറാത്ത് ഉദ്ദേശം എന്താണ്? ഹാദറാത്തുകൾ ഉദ്ദേശിച്ചത് എന്താ? ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പ്രവേശിക്കും. അതെങ്ങനെ അത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അതൊന്ന് പറഞ്ഞു. ശരി. വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പരിചയപ്പെടുത്തിയ ആയത്താണ്. പലിശ ഭക്ഷിക്കുന്നവൻ, പലിശ ഭക്ഷിക്കുന്നവൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ അവന് മര്യാദക്ക് എഴുന്നേക്കാൻ കഴിയില്ല. അവൻ മറിഞ്ഞു വീണുകൊണ്ടിരിക്കും പരലോകത്ത്. ഏതുപോലെ? പിശാചു ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെ. പിശാചു ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെ അല്ലാതെ നാളെ പരലോകത്ത് ഇവിടെ പലിശ ഭക്ഷിച്ചവനെ എഴുന്നേൽക്കാൻ സാധ്യമല്ല. അപ്പൊ ആ ഉപമയിലൂടെ പിശാചു ബാധ ഉണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇല്ലാത്തൊരു ഉദാഹരണം ഖുർആൻ പറയുന്നു. അതിന്റെ പറഞ്ഞ് പിശാചാണ് ജിന്ന്. അതിന്റെ സ്വത്തെ പറയണത് ജിന്നിൽപ്പെട്ടതാണ് ശൈത്താൻ. അതെ, അതുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ട്. നിങ്ങൾ എങ്ങനെ ചോദിച്ചു? അപ്പോഴാ ആയത്ത് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ ചോദിച്ചല്ലോ, അതിനായി ആയത്ത് പറഞ്ഞത്. ജിന്നിൽപ്പെട്ടതാണ് പിശാച്. ജിന്നിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്, മുഅ്മിനുണ്ട്, മുനാഫിഖുണ്ട്. അതിൽ ദുഷിച്ചവന്റെ പേരാണ് പിശാച്. ആ ദുഷിച്ചവനാണ് ഈ വകപ്പണികൾക്ക് പോവുക. നല്ല വിശ്വാസികളായ ജിന്നുകൾ ആ വകപ്പണിക്ക് പോവില്ല. ഏതുപോലെ വിശ്വാസികളായ മനുഷ്യന്മാർ തെറ്റ് ചെയ്യാൻ പോവില്ല എന്നതുപോലെ അവർക്കും ഖുർആൻ ബാധകമാണ്, അവർക്കും ഹദീസ് ബാധകമാണ്, അവർക്കും ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ ബാധകമാണ്. പിശാചുക്കൾക്കും ജിന്നുകൾക്കും നരക സ്വർഗവും ബാധകമാണ്. അതുകൊണ്ട് അതിൽപ്പെട്ട് ദുഷിച്ചവരാണ് ഇപ്പണിക്ക് പോവുക. അവരാണ് പിശാചുക്കൾ. ആ പിശാചുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാം എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനർത്ഥം ഒരാളെ ഇളകുന്നതൊക്കെ ശൈത്താനാണെന്നല്ല. ഒരാളെ ഇളകി കൂടി വിളിച്ചു അതൊക്കെ ശൈത്താനായിക്കോളുന്നില്ല. അത് അന്ധവിശ്വാസമല്ല. എന്നാൽ അതിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ എമ്പാട് സമൂഹത്തിലുണ്ട്. ജിന്നെന്ന പേരും പറഞ്ഞിട്ട് ഒരാളെ എന്ത് കണ്ടാലും ഒക്കെ ജിന്നാണ്, ശരീരത്തിൽ ജിന്ന് കയറിയതാണ്, ജിന്ന് ഇറക്കണം, ആ വകപ്പണി അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിന് ഒരാളും പോകേണ്ട കാര്യമില്ല. ജിന്ന് ഇറക്കാൻ പ്രത്യേക മനുഷ്യന്മാരും ഇല്ല. അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. ഈ ജിന്ന് ഹാദറാത്ത എന്റെ ശരീരത്തിൽ കയറിയിട്ട് എനിക്ക് ടൈലിന്റെ അടിയിൽ നിന്ന് കൂടോത്രം ചെയ്തെടുക്കാൻ പറ്റും? എനിക്ക് ആ ഭാഗം അറിയില്ല. ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട ആളാണ്. എനിക്ക് വിഷയം അറിയില്ല. അല്ല, ശരി, ഇതിനെപ്പറ്റി എനിക്ക് വിഷയം അറിയാം. ജിന്നിനെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജിന്നിനെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയുള്ളൂ. ജിന്നിനെ ഉപയോഗിച്ച് നിങ്ങളുടെ അതിനെ പറഞ്ഞത് ജിന്നിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ജിന്നുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാർക്ക് അറിയാം. അത് വിശ്വസിക്കാത്ത പറ്റൂല. കാരണം എന്താ? ശരിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയമില്ല. അപ്പൊ ജിന്ന് ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് ടൈലിൽ കൂടോത്രം നിർത്താൻ പറ്റിയല്ല. ഇല്ലായിരിക്കാം. അപ്പൊ ആ എടുത്ത ആള് ആരാണ്? കാഫിറാണ്. നിങ്ങളുടെ കാഫിറാവും കേട്ടോ. സഫോമുണ്ട്. ഓമനെ പറഞ്ഞാലും ബാക്കിയില്ല. എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം. എനിക്കറിയാം. സഫോമുണ്ട്. സഫോ നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടില്ല. സഫാന്ന് പറഞ്ഞ ജിന്നെ കണ്ടിട്ടില്ല. ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല. ഈ നാട്ടിൽ കുറച്ച് സ്ഥലത്ത് ഉദാഹരണത്തിന് മുന്നോട്ടായി ഉണ്ടാക്കിയ ദിവസം നാടകമുണ്ട്. കഴിഞ്ഞ ഞാൻ പറയട്ടെ, കഴിഞ്ഞിട്ട് പറഞ്ഞു ബാക്കി സഫാൻ പറയും. കഴിഞ്ഞ 23-ാം തീയതി മുഖാമുഖം നടത്താൻ അതിന് മുന്നോടിയായി ചില പണികൾ ഒപ്പിക്കണം. അപ്പൊ നാട് നീളെ അങ്ങനെ ചില സംഗതികൾ ഇവിടെ നിങ്ങൾ അടിച്ചു പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് സഫാനുമായി ബന്ധപ്പെടുത്തി ചില ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചാൽ എന്നാ പിന്നെ തൽക്കാലം ഇറക്കിയ മനുഷ്യൻ കൂടെ പിന്നെ ജിന്നറിഞ്ഞു സഫർ ഈക്കാണ് സഫറത്തിന്റെ ആരോഗ്യം. ഞാനും സഫറൊക്കെ ഇറക്കാൻ പോയാണ് മത്സരമല്ല പിന്നെ ജിന്നറിഞ്ഞ. അപ്പൊ അങ്ങനത്തെ ഏർപ്പാട് ഇല്ല സുഹൃത്തെ. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തൊന്നുമില്ല. സഫാനെ കൊണ്ട് ജിന്നറക്കാൻ കഴിയൂല. സഫ അത്ര വലിയൊരു ഒരു ശരീരമില്ല. അതിന് മാത്രം കഴിവുള്ള ആളൊന്നുമില്ല. അത് കഴിയുന്ന മനുഷ്യന്മാർ ചിലപ്പോ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇവിടെ തെങ്ങിയപ്പോൾ ആളുകളൊക്കെ അല്ലാതെ അത് കണ്ടിട്ട് നമ്മളൊക്കെ അപ്പോൾ ജിന്നറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗഹീദ് കൊണ്ട് ജിന്നോട് പോകുന്നില്ല, നരകത്ത് കണ്ട് പോകേണ്ടി വരും. വേറൊന്നും ഉണ്ടാവില്ല. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സഫാൻ വന്ന് സഫാന് ജിന്ന് ഹാദറാത്തായി അവരെ ടൈലിന്റെ അകത്തുനിന്ന് തകട്ടെടുത്തെന്നാണ് പറഞ്ഞത്. അത് ഒന്നാം തരം ജിന്നു മുജാഹിദിന്റെ ആള്. അവരുടെ വണ്ടിയാണ് ജിന്നു മുജാഹിദിന് ഓടണത്. ഞാനൊന്നും ചിന്തിക്കാരനാണ്, ഞാൻ മുജാഹിദൊന്നുമില്ല. അവര് ജിന്നു മുജാഹിദിന്റെ പരിപാടിക്ക് പറഞ്ഞ വണ്ടിയെ വരുന്നതാണ്.
ശരി അങ്ങനെ പറയും. ഈ ജിന്ന മുജാഹിദിന്റെ പേരെന്നെ പറയണമെങ്കിൽ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ജിന്ന മുജാഹിദ് ലോകത്തില്ല. ജിന്ന മുജാഹിദ് ഉണ്ടാവില്ല. അങ്ങനത്തെ മുജാഹിദ് ഉണ്ടാവില്ല. ഇവിടെ ജിന്നിട്ട് നടക്കാൻ ആകെപ്പെട്ട ഖുറാഫിയാണ്. മുജാഹിദിക്ക് എന്ത് ജിന്ന്? മുജാഹിദീങ്ങൾ ജിന്നുമായിട്ട് യാതൊരു ബന്ധം പാടില്ല പഠിപ്പിച്ചോടാ. അപ്പൊ ഇവിടെ ജിന്നിനോട് തേടും ജിന്നിന്റെ പിന്നാലെ പോകണം ഒക്കെ ഇപ്പോഴത്തെ താമസക്കാരാണ്. കുത്തബിയത്ത് കാണാം. കുത്തബിയത്തിന്റെ ആമുഖത്തെ അൽഫാത്തിഹ ഉണ്ട്. ആർക്കാന്നറിയോ? ഫസ്റ്റ് അൽഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബദരീങ്ങള് ഉഹദീങ്ങൾ തുടങ്ങിയ സുഹൃതാക്കന്മാര്, പിന്നെ മഹാന്മാര്, പിന്നെ മുഹീദ്ദീൻ ശൈഖ് റിഫായി ശൈഖ്, പിന്നെ കാണാം ഷാജഹാൻ ഖാൻ സദ്ദീഖ്, പിന്നെ കാണാം സുമ്മൈല അർവാഹി എന്ന് പറഞ്ഞിട്ട് 15 പേര് കാണാം. മദ്ഹർ വതംബയാൻ വഹസ്തശ്ദർ ഖൂസ് മുതൽ മൈമൂൻ വസമബഅ വകസ്കസ് വഹ്കൂസ് തുടങ്ങി 15 പേര് കുത്തുബിയത്തിലുണ്ട്. ഈ 15 പേര് എന്താറിയോ? അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബിയോട് ബൈഅത്ത് ചെയ്ത് കരാർ ചെയ്ത ജിന്ന് ഔലിയാക്കന്മാരാണ് ഈ 15 ആള്. ആ 15 ജിന്ന് ഔലിയാക്കന്മാർക്ക് അൽ ഫാത്തിഹ എന്ന് ഓതിയിട്ട് ആ കുത്തുബിയത്തിലുള്ളത്. 15 ജിന്ന ഔലിയാക്കന്മാർക്ക് അൽ ഫാത്തിഹ ഓതി പാർസലാക്കിയിട്ട് ആ കുത്തുബിയത്ത് ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മുജാഹിദുകൾക്കും ജിന്നിന്റെ പിന്നാലെ പോകില്ല. ഒരുത്തൻ ജിന്നിന്റെ പിന്നാലെ പോയാൽ സൊഫാൻ ഞാനാണെങ്കിലും മുജാഹിദും അല്ല. അത് ഉറപ്പിച്ചോളി. ഈ നിൽക്കുന്ന ഞാനും ഒരു ജിന്നിന്റെ പിന്നാലെ ജിന്നിട്ട് എവളെടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഞാൻ ഖുറാഫിയാന്നുള്ളത്. സംശയിക്കൊന്നും വേണ്ട. അപ്പൊ ഞാനും കൂടെ ഒരേപോലെ ആവും. അപ്പൊ മുജാഹിദ് അപ്പണിക്ക് പോകില്ല. മുജാഹിദ് ഒരിക്കലും അപ്പണിക്ക് പോകില്ല. ജിന്ന് ഹാജരാവുക, ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുക എന്നത് പ്രമാണം അംഗീകരിച്ച വിഷയമാണ്. ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിച്ചേക്കാം, അത് പ്രമാണം അംഗീകരിക്കുന്നു. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷെ ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചോ ഇല്ലേ ആർക്കും ഉറപ്പിക്കാൻ കഴിയാം? ഒരാൾക്കും സാധ്യമല്ല. വഹീ പ്രകാരം പ്രവാചകർ തങ്ങൾ ഉറപ്പിച്ചവന്ന കേസുണ്ട്. അത് വഹീയിലൂടെ മാത്രമേ ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, ഒരാൾക്കും പറ്റൂല. പിന്നെ ചിലപ്പോൾ ശൈത്താനുമായി ബന്ധമുള്ള പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ തമ്മിലെ കരാറ് പ്രകാരം പിശാച സേവ നടത്തുന്ന ആളുകൾ ചിലപ്പോൾ പൈശാചികമായി ചില വീടൊക്കെ കിട്ടി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം. അത് നമുക്കിട്ട് വിശ്വസിക്കാൻ കഴിയുകയുമില്ല. പിന്നെ ലക്ഷണങ്ങൾ വെച്ച് ഊഹിക്കാനേ കഴിയൂ. ലക്ഷണങ്ങൾ വെച്ച് ഒരു പക്ഷെ ധരിക്കാൻ, വിചാരിക്കപ്പെടാൻ, അങ്ങനെ ആയിരിക്കാമെന്ന് ധരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അതിന് ചെയ്യേണ്ട പണി എന്താ? ജിന്നർക്കാൻ പോകാനല്ല നമ്മോട് പറഞ്ഞത്. ഏത് ശൈത്താൻ കയറിയാലും, ഏറ്റവും വലിയ ശൈത്താൻ ഇബ്ലീസാണ്. ഒനക്കാളും പതിനാരും കയറാമല്ലോ. ഏത് ശൈത്താൻ കയറിയാലും റബ്ബിനോട് കാവലിനെ തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റുഖിയ ശറഇയ്യായ മന്ത്രങ്ങൾ, അഭയങ്ങൾ, റബ്ബിനോടുള്ള അഭയത്തേട്ടങ്ങൾ, അതാണ് റുഖിയ ശറഇയ്യ. അത് ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കാം. താങ്കൾക്ക് എനിക്ക് വേണ്ടിയും ചെയ്യാം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാം. അതിന് പ്രത്യേക ആവശ്യമൊന്നുമില്ല. ആർക്കും ചെയ്യാം. ആർക്കും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ നിങ്ങളുടെ മക്കളോട് പറയാം, ഭാര്യയോട് പറയാം. ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ഓതി കൊടുക്കാം. അത് നമ്മുടെ ആയത്ത് കുർസി ഓതാം, ആമന റസൂൽ ഓതാം, മുഅ്മിനത്തൈനി ഓതാം, സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. ഹദീസിൽ പഠിപ്പിക്കപ്പെടപ്പെട്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന നിർവഹിക്കാം. അല്ലാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവിധിയായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അതൊക്കെ ചെയ്യാം. അതിന് ഒരാൾ വേഷം കെട്ടി അതിന് പ്രത്യേക ആളായി അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ടായി അയാളെ ചെയ്തു, അങ്ങനത്തെ പാടില്ല. അതിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് വിഷയം അറിയില്ല, പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ വിളിക്കാത്രേ ഉള്ളൂ. ഒരാൾക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ല. അപ്പോൾ ഒരാൾ ചുമ പഠിപ്പിച്ചു തരും. എന്നാൽ ശരി, ഞാൻ വരാൻ പഠിപ്പിച്ചു തരാം. ഈ ഇൽമൊക്കെ പഠിപ്പിക്കണ പോലെ ആ ഇൽമും പഠിപ്പിച്ചു കൊടുക്കാം. അത് പഠിപ്പിച്ചു കൊടുത്ത് ഒരു പക്ഷെ അവന് മനസ്സിലാക്കി കൊടുത്താൽ ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം, അവന് ചെയ്യാൻ പറ്റും. അതേ അതിനുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ജിന്നർക്ക് അവിടെ സൊഫാനും പോയിട്ടില്ല. സൊഫാൻ വേണ്ടുമ്പോൾ പറഞ്ഞോളൂ. അത് നമ്മൾ സൊഫാൻ പോയാൽ ഒരു ഇൻസ ഇറങ്ങൂല, പിന്നെ ജിന്നറിയല്ലേ. അത്രയും ആലോചിക്കാനേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ച കുട്ടിയെ സൊഫന്റെ സെഷനാണ്. അപ്പൊ അവന് അത്രയൊക്കെ കഴിയുള്ളൂ. അങ്ങോട്ട് ഓൻ പോയാൽ ജിന്ന് പോയിട്ട് ഇൻസ് വരെ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഓൻ അങ്ങോട്ട് കഴിയുന്ന ഒരാളുമല്ല. പക്ഷെ അതിന്റെ മറവിൽ ജിന്നുബാധ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ബാക്കി അതല്ല, റബ്ബിലേക്ക് ഇവിടെ തെറ്റിദ്ധാരണ ഒഴിവാക്കുക. ആത്മാർത്ഥമായി വിഷയങ്ങൾ നമ്മൾ സമീപിക്കുക. നമ്മുടെ ഒരു വാശിയോ നമ്മുടെ മുൻധാരണയോ നമ്മുടെ പരലോകത്ത് നമുക്ക് നഷ്ടമായി മാറാൻ പാടില്ല. അതേ അതിലുള്ളൂ. നമ്മൾ മുൻധാരണ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് നഷ്ടം വരാൻ പാടില്ല. അത് നമ്മൾ ഗൗരവമായി കാണുക. നമ്മുടെ ഈ വാശിയും ഈ ബഹളവും ഒച്ചപ്പാടും ഇതൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പം ഇതാണ് കഴിഞ്ഞ് ആണ്ട് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ നമ്മളത് കഴിഞ്ഞു. പിന്നെ റബ്ബിന്റെ മുമ്പിലേക്കാണ് പോവുക. അപ്പൊ ഒരാളെ പറ്റി നമ്മളില്ലാത്തത് എവിടുന്നോ കേട്ട് നമ്മൾ പക്ഷെ വെറുതെ പറഞ്ഞാവൂല. ആരോ പറഞ്ഞു, നമ്മളങ്ങനെ വിശ്വസിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിൽ പലതും കൂട്ടിയിട്ടുണ്ടാവാം. നിങ്ങളെ പറ്റല്ല പറഞ്ഞേ, നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞേ, എന്നെ പറ്റിയാ പറഞ്ഞത്.
എന്നെ കുറിച്ചാണ് നമ്മൾ എവിടെ കേട്ടിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓൻ ജിന്നൂരിയാണ്, ഓൻ ജിന്നവാദിയാണ്, ഓൻ ജിന്നുത്സവാദികളാണ് എന്നൊക്കെ പലരെയും കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ ചില വിഭാഗത്തെല്ലാം കൂടി എടുത്ത് മറ്റവനെ കൊടുക്കുക, അവന്റെ എല്ലാ ദോഷം ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു നഷ്ടമല്ലേ? അപ്പൊ ആ വഴിക്ക് നമ്മൾ പോകരുതെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ചെയ്യാൻ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഉപദേശങ്ങളിലേക്ക് സൂചിപ്പിക്കുകയാണ്. അതാണ് പറയാനുള്ളത്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ ഇത് സഫ്വാനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്തായാലും കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ 23-ാമത്തെ സംവാദമായിട്ട് ഈ സംഭവത്തിന് യാതൊരു കണക്ഷനും ഇല്ല. അത് മൗലവി പിൻവലിക്കണം തീർച്ചയായും. കാരണം അത് തെറ്റായ ധാരണയാണ്. 23-ാമത്തെ സംവാദവും എനിക്കും തമ്മിൽ ഒരു കണക്ഷനില്ല. 100% മൗലവി പറഞ്ഞത് തെറ്റാണ്. അതിന് മൗലവി അല്ലെങ്കിൽ പരലോകത്തിന് അത് സമാനം പറയണം. ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ പറഞ്ഞ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അതിനുശേഷം ഈ വിഷയം ഇവിടെ വിഷയമാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെടുത്തി നാട്ടിൽ മൊത്തം ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങളൊക്കെ നാട്ടിലേക്ക് വരെ ഇതിന്റെ അലയൊരെത്തിയിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തിന് വരുന്നതിന് മുമ്പിനെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ വിഷയം വരുന്നുള്ളത്. മുഖാമുഖത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ വിഷയം ഇവിടെ ചോദ്യമായി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിയതിനു ശേഷം സുഫാനുമായിരുന്ന് വിശദമായി ഞാൻ കാര്യം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നതിന് വസ്തു ചോദിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഊഹം വെച്ച് പറഞ്ഞതല്ല, താങ്കളെ കുറിച്ചെല്ലാം പറഞ്ഞത്. ഇവിടെ അത് ദുരുപയോഗം ചെയ്യാൻ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയും കടന്ന് അതിനപ്പുറത്തേക്ക് വരെ ഈ പ്രചാരണങ്ങൾ. അപ്പൊ അത് ശരിയല്ലാതെ ഞാൻ പറയാം. താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചു എന്നല്ല, താങ്കൾ എനിക്കത് പരിചയവുമില്ല. അങ്ങനെ താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ അത് ശരിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ജിന്നുപദവുമായി ബന്ധപ്പെട്ട ആയത്ത് ആൽ ഇംറാനിലല്ല, സൂറത്തുൽ ബഖറ 275 ആലിംറാനല്ലേ, സൂറത്തുൽ ബഖറ 275 ആയത്താണ്. അവസാനിപ്പിക്കല്ലേ? ഈ സുഫാൻ ഇൻഷാഅല്ലാഹ് സമാപനമായി ചില കാര്യങ്ങൾ അതിനെ കൂട്ടിച്ചേർക്കും. ഞാൻ സുഫാന്റെ പേര് പരാമർശിക്കപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ പറയണല്ലോ. ഇനിയുണ്ടോ? ശരി. നേരത്തെ അദൃശ്യമാർഗങ്ങളിലൂടെ അള്ളാഹു അല്ലാത്ത ചില ശക്തികൾക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവിക്കാനും കഴിവുണ്ടെന്നാണ് ഇപ്പൊ ഈ സംസാരത്തിന്റെ അകത്ത് പറഞ്ഞത് അല്ലേ? അദൃശ്യമാർഗത്തെ കഴിയിലാണ്. ഞാൻ ചോദിക്കുന്നത്, സാഹിർ ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ആ ജിന്ന് മുഖേന അയാളെ ഉപദ്രവിക്കണം എന്നല്ലേ പറഞ്ഞു? അദൃശ്യമാർഗം അഭൗതികം എന്നല്ല, ഞാൻ അദൃശ്യം എന്നാ പറഞ്ഞത്. ജിന്ന് നമ്മൾ ഉപദ്രവിക്കണം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുക, ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം. മനുഷ്യന്മാരെ ഉപദ്രവിച്ചേക്കാം. പിന്നെ എന്തിനാണ് ഫൈസൽ മുസ്ലിം മലായിക്കത്ത് ബായതാലിക്കും വഹീർ എന്ന ഒരു ആയത്ത് ധരിച്ച് പണ്ടൊരു മുസ്ലിയാര് ഇതുപോലെ അദൃശ്യ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാതെ മനുഷ്യന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റുമോ എന്നൊരാണ് ചോദിച്ചപ്പോൾ ഈ മറുപടി പറഞ്ഞ മുസ്ലിയാരെ ഫൈസൽ മുസ്ലിയാരെ കണ്ണിച്ചത്. ആ ആയത്ത് അദൃശ്യ മാർഗങ്ങളിലൂടെ മലക്കുകളുടെ സഹായം നമ്മൾ കാണുന്നില്ല. അദൃശ്യ മാർഗങ്ങൾ മനസ്സിലായില്ല, കാണാത്തല്ല ദൃശ്യം. അപ്പൊ ഉദ്ദേശിച്ച് കാണാത്തല്ല. അതുകൊണ്ട് ഞാൻ അതല്ലാന്ന് ഞാൻ പറഞ്ഞിരിക്കും. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരാണ് ആ പറഞ്ഞ മുസ്ലിയാർ. അത് 100% ഇപ്പോഴും കണ്ടിക്കുന്നു. അയാൾ ദുർവ്യാഖ്യാനിച്ചു, ശിർക്ക് സ്ഥാപിക്കാൻ ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു അയാൾ. അതുകൊണ്ടാണ് ഖണ്ഡിച്ചത്. അത് ന്യായമാണ്. അതുകൊണ്ട് ഞങ്ങൾ അദൃശ്യ മാർഗത്തിൽ ഞാൻ ഉടനെ ഇടപെട്ടത്. അദൃശ്യമാർഗത്തിൽ പറ്റില്ലാതെ നിങ്ങൾ കൊണ്ടാണ് അദൃശ്യം. അവർക്കാൻ എനിക്കറിയാം. കണ്ണ് കാണാത്ത മാർഗത്തിൽ പെരുമാറാക്കോ സഹായിക്കുമെന്ന് ആരും സംശയിക്കുന്നില്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നും പെരുമാറാക്കാൻ പറ്റിയേക്കാം, എനിക്ക് നിങ്ങൾ പെരുമാറാക്കാൻ പറ്റിയേക്കാം. കണ്ണിൽ കാണാത്ത വഴി നമ്മൾ പറയാം, അയാൾ എന്നോട് അങ്ങനെ ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ ആള് ഭയങ്കര മോശക്കാരാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ തൗഹീദ് ശിർക്കിൽ പറഞ്ഞ അദൃശ്യം ഏതാ? അഭൗതികം. അതാ വ്യത്യാസം. തൗഹീദ് ശിർക്കിൽ പറയുന്ന അദൃശ്യ മാർഗം എന്നത് കണ്ണിൽ കാണാത്തത് എന്ന്. നമ്മളെ കണ്ണിന് എന്ത് കാഴ്ച ഉള്ളത്? ഒരു പൂച്ചയുടെ കാഴ്ച പോലും നമ്മളെ കണ്ണിലില്ല. അപ്പൊ പിന്നെ നമ്മളെ കണ്ണിൽ കാണാന്നുള്ളത് ഒരു വലിയ ഘടകമൊന്നുമല്ല. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആളോ അതിനെ സംബന്ധിച്ച എല്ലാ അദൃശ്യം, കണ്ണ് കാണാത്ത ആളെ സംബന്ധിച്ച ഒക്കെ അദൃശ്യം.
അദൃശ്യല്ലേ? നിങ്ങളിപ്പോ മൊത്തത്തിലാണെങ്കിൽ അദൃശ്യം എന്ന വാക്ക് തൗഹീദ് ശിർക്ക് പറയുമ്പോൾ നാം പറയാറുള്ളത് അഭൗതിക മാർഗം എന്ന അർത്ഥത്തിലാണ്, അഥവാ കാരണങ്ങൾക്കതീതമായ മാർഗം. അപ്പൊ കാരണങ്ങൾക്കതീതമായ മാർഗത്തിൽ, അഭൗതിക മാർഗത്തിൽ, അദൃശ്യ മാർഗത്തിൽ മലക്കും സഹായിക്കൂല, ജിന്നും സഹായിക്കൂല, മനുഷ്യനും സഹായിക്കൂല, റബ്ബിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ. എന്നാൽ കാര്യകാല ബന്ധങ്ങൾക്കതീതമായി മലക്കൾ സഹായിക്കും എന്ന് സ്ഥാപിക്കാനാണ് ആ ആയത്ത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഉദ്ധരിച്ചത്. فإن تظاهر عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. സൂറത്ത് തഹ്രീമിൽ ആ ആയത്ത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഉപയോഗിച്ചത് അഭൗതിക മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി. മൂപ്പര 3 വാക്ക് ഉപയോഗിച്ചു. മലക്കളെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമാണ് എന്ന നെല്ലിക്കുത്തിന്റെ പ്രയോഗം തന്നെ പുളിക്കൽ മുഖാമുഖത്തിലാണ് അത് ഓതിയത്. അത് ശരിയല്ല, ദുർവ്യാഖ്യാനമാണ്. അത് മലക്ക് ഒരാളെ സഹായിച്ചാൽ അതിനർത്ഥം അഭൗതികമായി സഹായിച്ചു എന്നല്ല. അഭൗതികമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ, അദൃശ്യമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ. നമ്മൾ കണ്ണിൽ കാണാത്ത രൂപത്തിൽ ചില മനുഷ്യന്മാരോ അല്ലാത്തവരോ മുസ്ലിമോ കാഫിറോ ഒക്കെ സഹായിച്ചേക്കാം, ചില പക്ഷിയും മൃഗവും ഒക്കെ സഹായിച്ചേക്കാം. അത് വിഷയം വേറെ, അത് തർക്കമല്ലോ. കാരണങ്ങൾക്കതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അള്ളാഹു അല്ലാത്തവർ ഒരിക്കലും എന്ത് ചെയ്യൂല, സഹായിക്കൂല. മറ്റത് നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കറണ്ട് പോയി ഇഷ്ടത്താണ്, അയാളുടെ പണ്ടുവേടാ ആ വെളിച്ചം പിന്നെ ഇൻവെർട്ടർ ഓണാക്കി അല്ലെ വിളക്കുന്ന കത്തിക്ക് അവൻ സഹായിക്കുകയാണ്, നമ്മൾ കാണില്ല. അവിടെ അദൃശ്യമാകത്തിന് ശുദ്ധായി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ അദൃശ്യമല്ല ചർച്ച. അഭൗതിക മാർഗത്തിൽ കാര്യകാല ബന്ധങ്ങൾക്കതീതമായി റബ്ബല്ലാത്ത ഒരു സൃഷ്ടിക്കും ഇവിടെ സഹായിക്കാൻ കഴിയില്ല. അപ്പൊ ബദറിൽ ഇറങ്ങി അത് അഭൗതികാണോ? അല്ല. അത് അഭൗതികാണ് തെറ്റിദ്ധരിച്ചപ്പോഴാ ചില മനുഷ്യന്മാര് ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പോയ സിഹർ ചെയ്യുമ്പോ എന്ന് ശൈത്താൻ സഹായിക്കുന്നില്ലേ? ഉണ്ട്. അത് അഭൗതികമാണോ? അല്ല. നമ്മൾ കാണുന്നതേ ഉള്ളൂ. ശൈത്താന് ചെയ്യാൻ പറ്റുന്ന പണി എന്തോ അതേവൻ ചെയ്യും. അവന്റെ കാരണങ്ങൾ എന്തോ, അവന്റെ വ്യവസ്ഥ എന്തോ, അവന്റെ ഭൗതികത എന്തോ അത് പ്രകാരം ചെയ്യും. അതിനപ്പുറത്തോ അവിടെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കിയാലോ സിഹർ ശൈത്താൻ അവിടെ വിശ്വസിച്ച ശിർക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ജിന്നുമലക്ക് അഭൗതികത പറയുമ്പോഴോ സിഹർ ശൈത്താൻ ഇടപെടുന്ന വിശ്വസിച്ച ശിർക്കായി എന്ന് പറയേണ്ടി വരും. ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്ത് വിശ്വസിച്ച ശിർക്കായി എന്ന് പറയേണ്ടി വരും. അതാണ് ചില മനുഷ്യന്മാർ ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് അത് വസ്തുതയല്ല. അദൃശ്യമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ, അള്ളാഹു മാത്രമേ ദോഷം വരുത്തൂ. അഥവാ അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അസാധാരണമായി മാന്യവടിയിൽ റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയും സഹായിക്കില്ല, ഉപദ്രവിക്കില്ല. ഏത് സൃഷ്ടി സഹായിച്ചാലും ഏത് സൃഷ്ടി ഉപദ്രവിച്ചാലും അതൊക്കെ ആ സൃഷ്ടിക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ എന്തോ കാരണങ്ങളെന്തോ ആ കാരണങ്ങളുടെ ബേസിൽ അവർ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കഴിവാണ് അഭൗതികമായ കഴിവ്, കാരണങ്ങൾക്കതീതമായ കഴിവ്. അത് ലെവലേശം സൃഷ്ടിക്കില്ല. കാരക്കുരുവിന്റെ പാടപോലും ഉടമയാക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അപ്പൊ അദൃശ്യമായി കാരക്കുരുവിന്റെ പാടപോലും ഒരു ജിന്നും ചെയ്യൂല, ഒരു മലക്കും ചെയ്യൂല, ഒരു മനുഷ്യനും ചെയ്യില്ല, ഒരു നബിയും ചെയ്യില്ല, ഒരു വലിയും ചെയ്യില്ല, ഒരു സൃഷ്ടിയും ചെയ്യില്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിനാണ് അധികാരമുള്ളത്, അവനാണ് കഴിവുള്ളത്, അവനാണ് ഖദീർ. അവന്റെ ഖുദ്റത്ത്, അവന്റെ ഇൽമ്, അവന്റെ ബസർ, അവന്റെ ഹിക്മത്ത് ഇതൊക്കെ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്കാർക്കുമില്ല. അതുകൊണ്ട് ജിന്ന് അഭൗതികമല്ല, മലക്ക് അഭൗതികമല്ല, അമ്പിയാക്കൾ അഭൗതിക കഴിവുള്ളവരല്ല, ഔലിയാക്കൾ അഭൗതിക കഴിവുള്ളവരല്ല. കറാമത്ത് നിജത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കഴിവല്ല, അത് റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന വിഷയമാണ്. അഭൗതികമായ കഴിവുള്ള ഉടമ അല്ലാഹു തആല മാത്രമാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പരാമർശം വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഏതാനും മിനിറ്റുകൾ ഇൻഷാ അല്ലാഹ് സുഫാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കും. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ദീന് പഠിക്കാനുള്ള ഒരു വേദി എന്ന നിലക്കാണ് നമ്മളിത് സംഘടിപ്പിച്ചത്. കഴിവിന്റെ പരമാവധി മാന്യമായി തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാനുഷികമായി എവിടെങ്കിലും അധികമായി പോയെങ്കിൽ അല്ലാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാണ്.
ചെയ്യുമാറാവട്ടെ. ഈ രംഗത്ത് നമ്മൾ ചെലവഴിച്ച ഊർജവും സമയവും സമ്പത്തും ഒക്കെ നാളെ പരലോകത്ത് ലഭിക്കുന്നില്ലെങ്കിൽ ഇത് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വലിയ ഭാരമേറിയ ഒരു അമലായി ഞങ്ങളുടെ തുനാസിലേക്ക് അല്ലാഹു തആല ഇതിനെ നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇനിയും വിശദമായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ചൊവ്വാഴ്ച കരുനാഗപ്പള്ളിയിൽ വെച്ച് തബ്ലീഗ് ജമാഅത്ത് എന്ന വിഷയത്തിൽ ഇതുപോലെ ഒരു പരസ്യമായ മുഖാമുഖം നാം സംഘടിപ്പിക്കുന്നുണ്ട്. ആ വിഷയ സംബന്ധമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അന്ന് ഒന്നുകിൽ അവിടെ വന്ന് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഓൺലൈനായി യൂട്യൂബിലും ഫേസ്ബുക്കിലും അൽ-ഇസ്ലാഹ് റേഡിയോയിലും ഒക്കെ ഇൻഷാ അല്ലാഹ് അത് കിട്ടും. ആ നിലക്കും അത് ഉപയോഗപ്പെടുത്തുക. മുൻധാരണകൾ മാറ്റിവെച്ച് നമുക്ക് എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ ആദർശങ്ങളെ പഠനം നടത്തുകയും അതിൽ ശരി ഏത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ ആ ശരിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ഒരു സമാപനം കൂടി ആയിക്കൊണ്ട് ഏതാനും മേട്ടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് മാത്രം അല്ലെങ്കിൽ പറഞ്ഞ കാര്യമില്ല. ആളുകളുടെ ശ്രദ്ധയിലുള്ള തെറ്റിദ്ധാരണയുള്ള ഭാഗം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നയിക്കുന്നതിന് പേര് പറയപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് സുഫാൻ ഇവിടെ ഇത് അവസാനമായി സംസാരിക്കും. അതോടുകൂടി ഇൻഷാല്ലാഹ് പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ മുഖാമുഖത്തിന്റെ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചോദ്യവും ഇങ്ങനെ ഒരു സാഹചര്യവും പ്രതീക്ഷിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ജയിലിലാണെന്നും ഞാൻ ഒളിവിലാണെന്നും എനിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഏകദേശം കൊച്ചിയിലും പള്ളൂരുത്തിയിലും കുത്തിയതോടും ചന്ദരൂരും ഈ വടുതലയിലും മൊത്തം ജനങ്ങളുടെ ഇടയിൽ ഞാനുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾക്കിടയിൽ ഒരു കുപ്രചരണം നടന്നിട്ടുണ്ട്. ആ കുപ്രചരണം നടത്തിയത് ഇവിടെ സംസാരിച്ച ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ്? ഈ വടുതലയിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ QHLSന്റെ ക്ലാസ് എടുക്കാൻ എല്ലാ ഞായറാഴ്ചയും എത്തുന്നത് ഞാനാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഫുഡ് ഈ പറയപ്പെട്ട വ്യക്തിയുടെ വീട്ടിലാണ്, ഈ ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ വീട്ടിലാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവരുടെ കുടുംബ ചർച്ചകളും അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ച കൂട്ടത്തിൽ ഒരു കാര്യമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്നോട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി ഇവിടെ എന്റെ ബഹുമാനായ ഗുരുനാഥന്മാർ ഇവിടെ പറഞ്ഞ ആയത്തുകളും ദിക്റുകളും ഫദല്ലക്കുമരി ഇവിടെ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്ന ദിക്റുകൾ, വാരിദികളായി വന്ന ദിക്റുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ക്രോഡീകരിച്ച് ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആ പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഓതുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓതിയാൽ മതി എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ അവർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ ചില അവിടെ നടന്ന സംഭവങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ച എന്റെ സുഹൃത്ത് രാജിദിക്ക കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ വിഷയം അറിയുന്നതെങ്കിൽ ഞാൻ ഈ വിഷയം 7-8 മാസങ്ങളായി എന്നിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും ആ കുടുംബവുമല്ലാതെ ആ മതിൽക്കെട്ടിന് പുറത്ത് വേറൊരാൾക്കും ആ വിഷയം അറിയില്ല. അതുകൊണ്ടാവാം നിങ്ങൾ ആ പ്രശ്നം അതിന്റെ ഘട്ടത്തിലെത്തിയപ്പോൾ എന്റെ പേര് പ്രതിപാദിച്ചത്. ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാനും തുറന്നു പറഞ്ഞിട്ടുള്ളതും എന്നോടാണ് കഴിഞ്ഞ 7-8 മാസങ്ങളായി. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത്, ഈ വിഷയം അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഒരാളോടും ഇതെന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അവർ നിങ്ങളുടെ അയൽവക്കക്കാരാണ്. അങ്ങനെ 7-8 മാസത്തിലധികം അവരത് പുറത്തു പറയുക
പറയുകയോ അത് ചർച്ചയാക്കുകയോ അതൊരു അയൽവക്ക പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതെങ്ങനെയായി എനിക്കറിയില്ല, അല്ലാഹു അഅലം. പക്ഷെ ആ കൂട്ടത്തിൽ അവരത് പറയാൻ ചില കാരണങ്ങളുണ്ട്. അവരവരുടെ കണ്ണുകൊണ്ട് കണ്ട ചില കാഴ്ചയാണ് അവരെന്നോട് പറഞ്ഞത്. അതിവിടെ രണ്ട് കുടുംബം തമ്മിലുള്ള പ്രശ്നമാണ്, അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജിന്നിറക്കിയെന്നും ജിന്നിനെ കയറ്റിയെന്നും ആ സിഗരറ്റ് എടുത്തു എന്നുള്ളതിൽ വസ്തുതയുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഒരു വസ്തുതയുള്ളത്, അവർ ഈ പറയപ്പെട്ട ആള് കുഴിച്ചിടുന്നത് കണ്ടതും ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ സാധനം അവർ കണ്ടത് കൊണ്ട് അവർ എടുക്കുകയും ചെയ്തു എന്നോട് എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഗറ് ചെയ്ത ആളെയും ചെയ്ത സ്ഥലത്തെയും കണ്ട് അത് അതിനുശേഷം അവരെടുത്ത് കളഞ്ഞത് കൊണ്ടാണ് സിഗർ എടുക്കപ്പെട്ടു എന്ന പ്രതിപാദ്യ വിഷയം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അതെന്നോട് മാത്രമാണ് അവർ പുറത്തു പറഞ്ഞിട്ടുള്ളത്, വേറൊരാളോട് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചർച്ച വന്നപ്പോൾ പൂച്ചാക്കല സഫാനോട് പറയാം എന്ന് പറഞ്ഞത്. എന്നാൽ ഞാനുമായി ബന്ധപ്പെട്ട് ഈ വടുതലയിലും കഴിഞ്ഞ ദിവസം ഖുത്ബക്ക് വേണ്ടി കൊച്ചിയിൽ പോയപ്പോ കൊച്ചിയിലെ ചില സുഹൃത്തുക്കളും ഈ ചന്ദ്രൂര് കുത്തിയോട് ഭാഗത്തുള്ള ചില സുഹൃത്തുക്കളും ചോദിച്ചു, നീ ഒളിവിലാണെന്നാണല്ലോ അറിഞ്ഞത്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഒരു മാസം മുമ്പ് വടുതല മധുരക്കുളം ഭാഗത്ത് ഞാനൊരു ആവശ്യത്തിന് പോയപ്പോ ഒരു സുഹൃത്തുമായി കൈ കൊടുത്ത് സലാം പറഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു കോള് വരാം, എന്റെ സുഹൃത്തിന് സഫ്വാൻ എടുത്തില്ലേ? ഉണ്ടല്ലോ. അല്ല, അവൻ ജയിലിലാണ്, പോലീസ് പിടിച്ചെന്നൊരു വാർത്ത പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ചാരാ പറഞ്ഞത്? ഇവിടെ അറിയപ്പെട്ട ഒരു KNM-കാരൻ, പേര് പറയുന്നില്ല. അതേ വ്യക്തി കഴിഞ്ഞ KNM-ന്റെ മുഖാമുഖം ഇവിടെ നടക്കുമ്പോ ദാ ഭാഗത്ത് കസേരയിട്ടിയുള്ളവൻ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ അതേ KNM-കാരൻ ഇവിടെ പറയാണ്, സഫ്വാൻ ഒളിവിലാണ്, ഇതുവരെ വന്നിട്ടില്ല. ആരോടെ പറയണം? എന്റെ കൂട്ടുകാരനോട്. അപ്പൊ ആ സുഹൃത്ത് കൂട്ടുകാരന്റെ വാപ്പ പറയാണ്, ദാ ആ കടയുടെ വാതിക്ക് നിൽക്കുന്ന ആളെ കണ്ടോ, അത് സഫ്വാനാണ്, ഇപ്പൊ കൈതന്ന് പോയതേ. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുപ്രചരണം എന്റെ പേരിൽ ഇന്ന വീട്ടിൽ ഞാൻ ജിന്നിറക്കി ജിന്ന് കേന്ദ്രം നടത്തി അവിടെ ജിന്ന് ചികിത്സ നടത്തി എനിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒളിവിലാണ്, ഞാൻ ജയിലിലാണ് എന്നുവരെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ചില KNM-ന്റെ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്, പേര് പറയുന്നില്ല. ഇതാണ് ഞാനുമായി ഉണ്ടായ പ്രശ്നം. പക്ഷെ അത് അടിസ്ഥാനരഹിതമാണ്. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞു, എന്റെ ശരീരം കണ്ടാൽ എനിക്കറിയാം, ജിന്ന് പോയിട്ട് ഇൻസ് പോലും ഇറങ്ങൂല. അപ്പോ ആ വിഷയങ്ങൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോ അവർ പങ്കുവച്ച കാര്യം എനിക്ക് മാത്രമേ അതറിയൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സഫ്വാനുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ വിഷയങ്ങൾ, ഈ ഒരു വിഷയം വന്നപ്പോ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടതും പേര് പറയപ്പെട്ടതും എന്റെ പേരാണ്. എന്നാൽ ആ പേര് ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്തു? കണക്ക് നോക്കിയിട്ടുണ്ട്. സ്വാമിയെ കൊണ്ടുവന്നു. എത്രത്തോളം? ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കാണ്, സഫ്വാനെ ജെട്ടി പള്ളിയിൽ ചർച്ച വരുന്നുണ്ട്, സഫ്വാൻ സ്വാമിയെ കൊണ്ടുവന്നു, കണക്ക് നോക്കിയിരുന്നു. സുഹൃത്തുക്കളെ, ഇത് കുഫ്റിന്റെ ആരോപണമാണ്, ഇത് ശിർക്കിന്റെ ആരോപണമാണ്. ആരെങ്കിലും ഒരു കാഹിനെ സമീപിച്ചാൽ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, ഒരു കനിയാനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഒരു ഭാവി പ്രവചിക്കുന്നവനെയോ കണക്ക് നോക്കുന്നവനെ ആരെങ്കിലും ഒരു മുസ്ലിം ഒരു മുഅ്മിൻ സമീപിച്ചാൽ അവൻ പറയുന്നതിൽ വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതിൽ അവൻ കാഫിറായി. ഈ കുഫ്റിന്റെ വാദമാണ് അല്ലാത്ത ഒരാളെയും വിളിക്കാത്ത എന്റെ പേരിൽ എന്ത് ചെയ്തത്? ആരോപിച്ച് ഞാൻ കണക്ക് നോക്കി, ഞാൻ ആളെ കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ശുദ്ധ അസംബന്ധമാണ്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായ ചില വാർത്തകൾ, അതിൽ ഹക്കുമുണ്ട്, ഹക്കല്ലാത്തതും ഉണ്ടാകാം. അതവർ എന്നോട് പങ്കുവെച്ചു, പക്ഷെ അതൊരാളോടും പറഞ്ഞിട്ടില്ല. അത് കുടുംബപരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്ത് അതിലെ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളിലെയും കാര്യങ്ങൾ എടുത്ത് ഇവിടെ ചർച്ച ചെയ്യാനും ഈ ഒരു വേദി അതിനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ഇവിടെ പ്രചരിച്ചപ്പോൾ, അത് കുപ്രചരണമായി പ്രചരിപ്പിച്ച ആളുകൾ ഞാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെ, കണ്ട ചിരിച്ച് സലാം പറയണവരാ. പക്ഷെ അവർ ഒരിക്കലും വിളിച്ച് എന്നോട് എന്ത് ചെയ്തിട്ടില്ല, സഫ്വാനെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്തുണ്ട്, ഒരു ഫാസിക്ക് ഒരു ആരോപണവുമായി കടന്നു വന്നാൽ അതിന്റെ വസ്തുത എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണോ? അത് വ്യക്തമായി നിങ്ങൾ പഠിക്കണം.
പരിശോധിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് പറയാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തും പ്രവാചകന്റെ ഹദീസുകളും ഇങ്ങനെയായിരിക്കെ ഒരാൾക്കെതിരെ ഇവിടെ ആരോപണം നടക്കുക. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഓർത്തു അതവിടെ അവസാനിച്ചു. കഴിഞ്ഞ ആഴ്ച കൊച്ചി ചെല്ലുമ്പോൾ ചോദിക്കുക ഒരാൾ, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോടാണ്. അപ്പൊ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു, ആളുകൾക്ക് മനസ്സിലായി. ഞാൻ അവസാനിപ്പിക്കുമ്പോ സുഹൃത്തുക്കളെ പറയാനുള്ളത്, ഒരു കണക്കും നോക്കിയിട്ടില്ല, ഒരു പ്രശ്നം വെച്ചും നോക്കിയിട്ടില്ല. അതൊരു മുജാഹിദിനല്ല, ഒരു മുഅ്മിനിനെ, ഒരു മുവഹ്ഹിദിനെ ഒരിക്കലും പാടുള്ളതല്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ ജിന്ന് ബാധിക്കുമോ? ജിന്ന് ബാധിക്കും. ഇവിടെ ഫൈസൽ മൗലവി വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ച് അതിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ അങ്ങനെ ബാധിച്ചാൽ എന്ത് ചെയ്യണം, റുഖിയ്യത്തു ശർഇയ്യ ചെയ്യണമെന്നും കഴിഞ്ഞ മുഖാമുഖ വേദിയിൽ അനസ് മൗലവിയും അനീഫ് കായക്കുടിയും അതിവിടെ സമ്മതിച്ചതാണ്. അങ്ങനെ ചെയ്യാനുള്ള മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും അതിൽ മരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മുഖാമുഖത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ആ സത്യം അത് നിഷ്പക്ഷമായി നിസ്വാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.